ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ദ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള പ്രോഗ്രാം ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. സുഖല്ലേ എല്ലാവർക്കും? എല്ലാവർക്കും സന്തോഷല്ലേ? അതെ. ഹായ് സന്ദീപ് സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. സുഖായിരിക്കുന്നു. സോ പബ്ലിക് സ്പീക്കിംഗ് എന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കലയെ മനസ്സിലാക്കാനും അതിനെ അനുഭവിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും താല്പര്യപ്പെട്ടു വന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും, എന്താണ് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത്, അതേപോലെ തന്നെ എന്തിനാണ് നാം ഒരു പബ്ലിക് സ്പീക്കർ ആകുന്നത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കൊരു പബ്ലിക് സ്പീക്കർ ആകാം തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 7:15 നമ്മൾ തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചത്. കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. കാരണം ഇവിടെ സന്ദീപ് സാറൊക്കെ കറക്റ്റ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ആൾക്കാരാണ്. സോ എല്ലാവരുടെയും സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ടുഡേ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കവറപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു 8:15 ആകുമ്പോൾ നമുക്ക് നിർത്തണം, കാരണം 8:30 ആകുമ്പോൾ എനിക്ക് മറ്റൊരു സെഷൻ ഉണ്ട്. സോ വാട്ട് ഈസ് പബ്ലിക് സ്പീക്കിംഗ്, ബെനിഫിറ്റ്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്, ഹൗ ടു പ്രാക്ടീസ് പബ്ലിക് സ്പീക്കിംഗ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഈ ടോപ്പിക്കിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ആദ്യമായിട്ട് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എൻ്റെ പേര് ഫൈസൽ എന്നാണ്. ഫൈസൽ CA, നാട്ടിൽ തൃശ്ശൂരാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റും അതേപോലെ തന്നെ ട്രെയിനറുമാണ്. വിംബിൾ അക്കാദമി എന്നുള്ള ഒരു സ്ഥാപനം നടത്തി വരുന്നു. അതിൻ്റെ ഫൗണ്ടറും ഡയറക്ടറുമാണ്. വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ അക്കാദമിയുടെ കീഴിലായിട്ട് നടത്തി വരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് പ്രൊഫഷണൽ ട്രെയിനർ എന്നുള്ള ഒരു കോഴ്സ്. അതിലുള്ള സ്റ്റുഡൻസ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ പൂർത്തീകരിച്ചവർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ 15 ബാച്ചുകൾ ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞു. ഇനി 16, 17 ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ്, സൈക്കോളജിക്കൽ കോഴ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കല അല്ലെ, സംസാരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നന്നായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് എങ്ങനെ മനോഹരമായിട്ട് സംസാരിക്കാം അല്ലെ? നിങ്ങളൊരു ടീച്ചർ ആകാം, കൗൺസിലർ ആകാം, അതേപോലെ തന്നെ നിങ്ങളൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാകാം. അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് അല്ലെ. അവന് ഒറ്റപ്പെട്ട് നിൽക്കാൻ പറ്റൂല. ഒറ്റക്ക് നിൽക്കുക, ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഇവൻ ഇങ്ങനെ കണക്റ്റഡ് ആണ്, മനുഷ്യന്മാരുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യപ്പെട്ട് ജീവിക്കാനേ നമുക്ക് പറ്റൂ. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തിലൂടെയാണ്? ഞാൻ എൻ്റെ മൈക്കിലൂടെ, സൂമിലൂടെ, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊക്കെ ആരോ ഉണ്ടാക്കിയേ? ആരോ ഉണ്ടാക്കിയതാണ് അല്ലെ? ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ധരിച്ച ഡ്രസ്സ്, ഞാൻ ഇരിക്കുന്ന ചെയർ അല്ലെ, ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഫാന്, ഇങ്ങനെ തുടങ്ങി ഞാൻ കഴിക്കുന്ന ഭക്ഷണം പോലും അല്ലെ, ഒരു അരിയെടുത്ത് അതിനെ ചോറാക്കി ഞാൻ എൻ്റെ വായിലേക്ക് വെക്കുന്ന സ്ഥലത്ത് പോലും ഇതാരോ ലോകത്തിന്റെ എവിടെയോ നിന്ന് അല്ലെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോ മനുഷ്യന്മാരുടെ സഹായം ഇല്ലാതെ, മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവനിങ്ങനെ ചേർന്ന് ചേർന്ന് നിൽക്കാനേ സാധിക്കൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, വിവരങ്ങളുണ്ട്. ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് മനോഹരമായിട്ട് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്കുള്ള അറിവുകളെ, നമുക്കുള്ള ആശയങ്ങളെ, നമുക്കുള്ള ചിന്തകളെ, ഇതിനെല്ലാം നമുക്ക് മനോഹരമായിട്ട്, അതെ, മനോഹരം എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏറ്റവും നന്നായിട്ട് നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ മനോഹരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് അവിടെ വിപ്ലവങ്ങൾ സാധ്യമാകുന്നത്, മാറ്റങ്ങൾ സാധ്യമാകുന്നത് അല്ലെ? ചില ആളുകളുടെ സംസാരങ്ങളിലൂടെ എന്ത് സംഭവിക്കുന്നു? ചില ആളുകളിൽ മാറ്റമുണ്ടാകുന്നു അല്ലെ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? ചില ആളുകളുടെ സംസാരങ്ങളിലൂടെ
മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആർ യു അഗ്രി വിത്ത് മീ? ഉണ്ട്. അങ്ങനെ യെസ്. യെസ്, സന്ദീപ് സാർ അങ്ങനെ വിശ്വസിക്കുന്നത്. ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെ ഒരാൾ ഇങ്ങനെ വന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളുകളൊക്കെ ആളുടെ ചിന്തകളിൽ മാറ്റം വരും, ആശയങ്ങളിൽ വ്യത്യാസം വരും, അതല്ലെങ്കിൽ അവർക്ക് എന്താ എന്താ ഫസീല എന്താ എന്താ യെസ് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് അല്ലെ സുലൈഹാബി ഒക്കെ പറയുന്നുണ്ട്. എല്ലാവരും പറയാണ് യെസ്, സംസാരങ്ങളിലൂടെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒത്തിരി ആളുകളെ നമുക്കറിയാം അല്ലെ. ഒരുപാട് പ്രാസംഗികരെ നമുക്ക് മുന്നിൽ നിരത്താൻ പറ്റും. ഒത്തിരി പ്രാസംഗികന്മാരെ നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും മനങ്ങളിൽ, നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ ഓർത്തു വരുന്ന ഒരുപാട് പ്രാസംഗികരുണ്ടാകും. തീർച്ചയായിട്ടും അവരൊക്കെ സാമൂഹിക വ്യവസ്ഥിതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒത്തിരി പ്രസംഗങ്ങളെ നമുക്കറിയാം. ഒരുപാട് പ്രസംഗങ്ങളെ, പ്രാസംഗികരെ ഒക്കെ നമുക്കറിയാം. അങ്ങനെ നമുക്ക് മാറാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. മറ്റുള്ളവരുടെ മനസ്സുകളിലേക്ക് ചേക്കേറാൻ പറ്റുന്ന വാക്കുകൾ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന പ്രാസംഗികരായിട്ട്, പബ്ലിക് സ്പീക്കറായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്ത. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എങ്ങനെ സംസാരിക്കാം എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. സോ ദ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് ഒരു മനോഹരമായിട്ടുള്ള ഒരു കലയാണ്. അപ്പൊ ആ കലയെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഈ പ്രസംഗം എന്ന് പറയുന്ന ഒരു കലയെ ഒരു സാധാരണക്കാരന് ഇത് നേടിയെടുക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒരു മനുഷ്യന് പ്രസംഗം എന്നുള്ള ഒരു കലയെ അവന് നേടിയെടുക്കാൻ, ആ കല നേടിയെടുക്കാൻ അവന് പറ്റുമോ, അവന് സാധിക്കുമോ? അത് അവന്റെ പരിശ്രമം കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും അല്ലേ? അദ്ദേഹത്തിന് കുറെ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ സാധിക്കും. ഓക്കെ. അപ്പൊ ഒരു മനുഷ്യന് ഒരു പ്രസംഗം നേടിയെടുക്കാൻ പറ്റുന്നാണ് ഫസീല നവാസ് പറഞ്ഞത്. ഓക്കെ. വിശേഷിച്ചും ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കല നേടിയെടുക്കുക എന്നുള്ളത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് ജനിച്ചു വീഴുന്ന സമയത്ത് അല്ലെ, ഓരോ കുട്ടിയും ഒരു ലോകത്തേക്ക് വീഴുന്ന സമയത്ത് അവന് ഒന്നും അറിയുന്നില്ല അല്ലെ. കുറച്ച് കാര്യങ്ങളെ ഇൻബോൺ ആയിട്ട് അവനക്ക് കിട്ടുന്നുള്ളൂ. ഇൻബോൺ ആയിട്ട് കിട്ടുന്ന അപ്പൊ ഒരു അമ്മയുടെ അമ്മിഞ്ഞ കുടിക്കുക എന്നുള്ളത് അത് അവനെ ആരും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ ചേർത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനിങ്ങനെ നുണഞ്ഞോളും. അത് ആരും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ബട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടി നേടിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കാൻ പഠിക്കുന്നത്, സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത്, ആളുകളോട് സംസാരിക്കാൻ പഠിക്കുന്നത്, അതേപോലെ തന്നെ അവൻ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നത്, നീന്താൻ പഠിക്കുന്നത്, ഇങ്ങനെ തുടങ്ങി അവന്റെ ജീവിതത്തിൽ നേടിയെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അല്ല, നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എന്തൊക്കെ കഴിവുകൾ നേടിയെടുത്തിട്ടുണ്ട്. ഒത്തിരി കഴിവുകൾ നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു പാർട്ടാണ് പ്രസംഗം എന്ന് പറയുന്നത്. അങ്ങനെ പ്രസംഗിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ടാവില്ല, അതെങ്കിൽ പ്രസംഗത്തിലേക്ക് പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, അതല്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കണമെന്ന ഒരു മെന്റർ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റാത്തത്, ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത്. പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും പ്രസംഗം. അതാണ് നമ്മൾ സ്കില്ല് അതല്ലെങ്കിൽ ടാലന്റ് എന്ന് പറയുന്നത് അല്ലെ. സ്കില്ലും ടാലന്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാം. ടാലന്റ് എന്ന് പറയുന്നത് ബൈ ഇൻബോൺ ആയിട്ട് ജന്മനാ കിട്ടുന്ന ഒരു കാര്യമാണ് ടാലന്റ് എന്ന് പറയുന്നത്. എന്നാൽ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ പറ്റുന്ന, നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ പ്രസംഗിക്കുക എന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ സൈക്കിൾ ഓട്ടാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ കറി വെക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ,
അതേപോലെ തന്നെ നമ്മൾ ഒത്തിരി ടെക്നിക്കൽ നോളജ് അല്ലെ, വാട്സപ്പ് ഉപയോഗിക്കാനേ 60-70 വയസ്സായിട്ടുള്ള പ്രായമേറിയ ആളുകൾക്ക് പറ്റുന്നു അല്ലെ. അവർ ഫോട്ടോ എടുക്കുന്നു, ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നു. ഗൂഗിൾ പേ പഠിച്ചില്ലേ എല്ലാവരും അല്ലെ? എല്ലാവരും ഗൂഗിൾ പേ പഠിച്ചു. നേരത്തെ അറിയുന്ന ഒരു കാര്യമാണോ? അല്ല. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ ജീവിതത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ ഭയങ്കര പഴയ ആളുകളുടെ ഒരു തലമുറ സംഗമത്തിൽ പങ്കെടുത്ത സമയത്ത് അവിടെ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞങ്ങൾ പണ്ട് കാലത്ത് ഡ്രൈവിംഗ് പിന്നെ പഠിക്കാൻ പോയിരുന്നു. അതായത് ഡ്രൈവിംഗ് പഠിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഇവിടെ പഴയ ആളുകളുണ്ട്, ചിലപ്പോൾ സന്ദീപ് സാറിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അതായത് ഡ്രൈവിംഗ് പഠിക്കുന്നത് എന്തിനാണെന്നറിയോ? ജോലിക്ക് വേണ്ടിയിട്ടാണ്. ജോലി ആവശ്യാർത്ഥം ഡ്രൈവിംഗ് പഠിച്ചിരുന്ന ഒരു കാലം അല്ലെ സന്ദീപ് സാർ? അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? ജോലിക്ക് വേണ്ടിയിട്ട് ഡ്രൈവർ എന്നുള്ളത് ഒരു ജോലിയായിരുന്നു. അതെ, ജോലിക്ക് വേണ്ടി ഡ്രൈവിംഗ് പഠിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് കാലം മാറി. ഇന്ന് മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഡ്രൈവിംഗ് അറിയണം അല്ലെ? മനുഷ്യന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡ്രൈവിംഗ് അറിയണം. അതൊരു ജോലി എന്നതിനേക്കാൾ മാറി ഡ്രൈവർലെസ് കാറുകൾ വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. അതായത് ഡ്രൈവർമാര് വേണ്ട. നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മുടെ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവർ ഇല്ലാത്ത കാറ് വരും. അതിൽ തന്നെ നമ്മൾ ലൊക്കേഷൻ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നമ്മളെ നിർത്തുന്ന, നമ്മളെ ഇറക്കുന്ന എല്ലാ സംവിധാനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതിനപ്പുറത്ത് വന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രസംഗം പണ്ട് കാലത്ത് ഒരു ജോലിയോ അതല്ലെങ്കിൽ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞൊരു കാര്യമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നമ്മുടെ ഒരു കരിയറിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് ഇന്നത്തെ കാലത്ത് മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ള അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെയുള്ള അവസരങ്ങൾ, ഇന്ന് അവസരങ്ങൾ ഫുള്ളാണ്. നമ്മുടെ ഈ ഒരു ഒറ്റ മൊബൈൽ ഫോൺ മാത്രം മതി. പണ്ട് നമ്മളൊരു കഥ എഴുതുക, അതല്ലെങ്കിൽ ഒരു സ്റ്റോറി, ഒരു കവിത എഴുതുക. ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാള് കാത്തിരിക്കണം. എന്തിന്? പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മൾ പത്രങ്ങളിലേക്ക് അയക്കുന്നു, മാസികകളിലേക്ക് അയക്കുന്നു. അങ്ങനെ അയച്ചിട്ട് ഇങ്ങനെ ഒരു കാത്തിരിപ്പാണ്. പഴയ ആളുകൾക്ക് അറിയാം എന്താണ് ഇതൊന്ന് പ്രസിദ്ധീകരിച്ചു വരാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് അതൊന്നും വേണ്ട. നമുക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് തന്നെ പ്രസിദ്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് വേദികൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആരും വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വാട്സപ്പും അതേപോലെ തന്നെ യൂട്യൂബും സോഷ്യൽ മീഡിയയും തുടങ്ങിയിട്ടുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റി, സൂം അടക്കമുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ എനിക്ക് സംസാരിക്കാൻ വേദികളില്ല എന്ന് പറയുന്നത് വെറും ന്യായീകരണം മാത്രമാണ്. അപ്പോ നമ്മളത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ നമ്മൾ നേടിയെടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ? എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക? നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അല്ലെ? എന്തൊക്കെ നാല് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ബൂസ്റ്റ് കോൺഫിഡൻസ്, അതേപോലെ തന്നെ സോഷ്യൽ കണക്ഷൻസ്, കരിയർ അഡ്വാൻസ്മെന്റ് ആൻഡ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെ? 4 കാര്യങ്ങൾ. എന്താണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്? നിങ്ങളൊരു പ്രാസംഗികനാണെങ്കിലേ നിങ്ങൾക്ക് എവിടെ പോയിട്ടും നല്ല തല ഉയർത്തിയിട്ട് നിൽക്കാൻ പറ്റും, ആരോടും സംസാരിക്കാൻ പറ്റും. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന്? നിങ്ങളൊരു പ്രാസംഗികനാണെങ്കിൽ, നിങ്ങൾക്ക് പ്രസംഗ കലയിൽ പ്രാവീണ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയും ആരോടും സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. ഡു യു അഗ്രി? നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നോട് അഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലെ? പലപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് അല്ലെ, ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാളോട് സംസാരിക്കാൻ കോൺഫിഡൻസ് പലപ്പോഴും നമുക്ക് ഇല്ലാത്തത് ഇത്തരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. എന്താണ് കോൺവേഴ്സേഷനും കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം? കോൺവേഴ്സേഷനും കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ കൂടുതൽ അങ്ങോട്ട് ചോദിക്കുന്നില്ല, കാരണം നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു പോകണം. കോൺവേഴ്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്വൽ ടോക്കിംഗ് ആണ് അല്ലെ? ഞാൻ സബീർ സാറിനെ കണ്ടു, എന്താ സബീർ സാറെ സുഖല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാഷ്വൽ ടോക്കിനെയാണ് കോൺവേഴ്സേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പിന്നെ ആശയവിനിമയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു 2 വേ പ്രോസസ്, കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആണ്.
നമ്മൾ സാധാരണ സംസാരിക്കുന്നത് പോലെ അല്ല. അവിടെ എന്താണ്, നമ്മളൊരു വേദിയിൽ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിന് കുറച്ച് സ്ട്രക്ചറുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ സ്ട്രക്ചർ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിൽ പെടുന്നതാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് സംസാരിക്കുന്നത് എങ്ങനെ തുടങ്ങണം അല്ലെ? ഒരു സ്വാഗത പ്രസംഗത്തിന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്മാറുന്നതിന് 2 കാരണമുണ്ട്. എന്തൊക്കെ കാരണം? ഒരു കാരണം, ഈ സ്വാഗത പ്രസംഗം എങ്ങനെയാ പറയാന്നറിയില്ല. എങ്ങനെയാണ് ഈ സ്വാഗത പ്രസംഗം പറയാന്നറിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. മറ്റൊന്ന്, നേരത്തെ പരിചയമില്ല എന്നുള്ളതാണ്. അവിടെ പറഞ്ഞു പരിചയമില്ല. അപ്പോൾ ഇത് എങ്ങനെ പറയണം എന്നുള്ള സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നീട് അപ്പൊ പകുതി പേടി മാറി. പിന്നെ മറ്റൊന്ന്, അവിടെ എങ്ങനെ നമുക്ക് അവസരമില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പ്രാക്ടീസിലൂടെ, ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ആ ഒരു ഫിയറിനെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മളിവിടെ പറഞ്ഞ കോൺഫിഡൻസ്. അപ്പൊ നമ്മളൊരു പ്രാസംഗികനാണെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ നല്ല പ്രാസംഗികനാണെങ്കിൽ നമ്മുടെ മക്കളും അത്തരത്തിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള കുട്ടികളായിട്ട് മാറും. കാരണം നമ്മളെ കണ്ടായിരിക്കും അവര് വളരുന്നത്. ഇപ്പൊ ഞാൻ പല വേദികളിലും സംസാരിക്കാൻ പോകുന്ന സമയത്ത് എന്റെ മക്കൾ എന്റെ കൂടെ വരും. അവര് വേദിയിലൊക്കെ കയറിയിരിക്കും. അവർക്ക് കസേരയിലൊക്കെ കയറി, വേദിയിലെ കസേരയില് സ്റ്റേജിലൊക്കെ കയറിയിരിക്കാൻ ഒരു പ്രശ്നമില്ല അല്ലെ? അവര് വളരെ സിമ്പിൾ ആണ്. കാരണം എന്താണ്, അവർ കാണുകയാണ്. ഓക്കെ, വേദിയെ, സംസാരത്തെ, മൈക്കിനെ ഇതൊക്കെ നേരത്തെ കണ്ടു വളരുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മളെ റോൾ മോഡലാക്കുക. ചില സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് മക്കളിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടാകും. കാരണം എന്താണ്, ചിലപ്പോ എന്താണ്, അവര് എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടോ അതല്ലെങ്കിൽ എൻ്റെ സൂമിലെ ഒരു ക്ലാസ് എൻ്റെ വൈഫ് അതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരത് കാണുകയോ ചെയ്യുന്ന സമയത്ത് ദേ ആർ ഇമിറ്റേറ്റിംഗ്. സോ നമുക്ക് നമ്മുടെ മക്കളുടെ ലൈഫിനെ കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടികൾ ഇന്ന് പലപ്പോഴും ഒരു ജോബിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അവർക്ക് പേടിയാണ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് അല്ലെ? ഒരു എംപ്ലോയിയിൽ നിന്ന് ഒരു മാനേജറിലേക്ക് പോകണമെങ്കിൽ ദേ ഷുഡ് ഹാവ് സോഫ്റ്റ് സ്കിൽസ് അല്ലെ? നോളജ് മാത്രം പോരാ, നല്ല അറിവുണ്ട്, ബട്ട് they don't know how to communicate, they don't know how to behave അല്ലെ? മാനേജർ എന്ന് പറയുന്നത് എന്താണ്? മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് മാനേജർ എന്ന് പറയുന്നത്. മാനേജ് ചെയ്യുമ്പോൾ എന്താണ്, അവരുടെ എംപ്ലോയീസിനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അവർക്ക് ക്ലാസ് കൊടുക്കണം, അവർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം, ഇതൊക്കെ അറിയണമെങ്കിൽ they should have a soft skill, they should have a communication skill അല്ലെ? they should have a public speaking skill. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്റ്റീവ് ജോബ്സ് അല്ലെ? ആപ്പിളിനെ നമുക്ക് ഓർമ്മ വരുമ്പോൾ അവിടെ എന്താണ്, ആപ്പിളിനെ നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്ന ആരാണ്? സ്റ്റീവ് ജോബ്സ് ആണ്. സ്റ്റീവ് ജോബ്സ് ആണ് ആപ്പിളിന്റെ പുതിയ ഫീച്ചറുകളെ, പുതിയ വേർഷനുകൾ അവതരിപ്പിക്കാൻ വരുന്നത്. ഗൂഗിളിനെ നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മൾ സുന്ദർ പിച്ചയെ ഓർക്കുന്നു അല്ലെ? സുന്ദർ പിച്ചയുടെ പ്രഭാഷണങ്ങളെ നമ്മൾ ഓർക്കുന്നു. ടെസ്ലയെ നമ്മൾ ഓർക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എലൻ മസ്കിനെ ഓർക്കുന്നു, എലൻ മസ്കിന്റെ പ്രഭാഷണത്തെ ഓർക്കുന്നു. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ, ഓരോ മേഖലയിലുള്ള ആളുകൾ എടുത്തു നോക്കൂ, അവരെല്ലാവരും നല്ല പബ്ലിക് സ്പീക്കർ ആയിരുന്നു. മാത്രമല്ല ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഒരു ബ്രാൻഡിനെ ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ നമ്മളൊരു നല്ല പബ്ലിക് സ്പീക്കർ ആയേ മതിയാകൂ. അപ്പോ നമ്മളുടെ മേഖലയിൽ ഒരു ഐഡന്റിറ്റി രൂപപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ട നോളജിനോടൊപ്പം തന്നെ ആ നോളജിനെ എങ്ങനെ മനോഹരമായിട്ട് ആളുകളിലേക്ക് നമ്മൾക്ക് എത്തിച്ചു കൊടുക്കാം എന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പബ്ലിക് സ്പീക്കിംഗ് അവിടെ നമ്മൾ നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായി നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ പബ്ലിക് സ്പീക്കിംഗ് നമുക്ക് എങ്ങനെ മനോഹരമായിട്ട് ചെയ്യാം എന്നത് ഒരു ചുരുങ്ങിയ വാക്കിൽ, ചുരുങ്ങിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഇവിടെ ഒന്ന് അവതരിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇത് പബ്ലിക് സ്പീക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമാണ് കേട്ടോ. അതിൽ വായന നമുക്ക് ആവശ്യമാണ്, വേർഡ്സുകളെ നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ ആ പ്രാക്ടീസിന് ശേഷം നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടി വരും, അതിനുശേഷം പിന്നെ നമ്മളത് ഫീഡ്ബാക്കുകൾ എടുത്ത് ഇമ്പ്രൂവ് ഇങ്ങനെയുള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ ഫലമാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രസംഗ കല, അതല്ലെങ്കിൽ പ്രസംഗത്തിലുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ. ഇതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇങ്ങനെ രാഗി മുറിപ്പിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ
ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണെന്ന്. എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. എല്ലാ സാധാരണക്കാർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫെൽറ്റ് നീഡ് എന്ന് പറയും. ഫെൽറ്റ് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എന്തിനത് ഇത് നേടിയെടുക്കണം, അതിന് പിന്നിൽ ഒരു റീസൺ വേണം. നിങ്ങൾ എന്തിനത് നേടിയെടുക്കണം എന്നത് പിന്നിൽ നിങ്ങൾക്കൊരു റീസൺ ഉണ്ടാകണം. ആ റീസൺ ആണ് നിങ്ങൾ അതിലേക്ക് നയിക്കുന്നത്, അല്ലെ? എന്ത് കാര്യം ആയിക്കോട്ടെ. നിങ്ങളൊരു കൂട്ടുകാരൻ കല്യാണത്തിന് വിളിച്ചു, അല്ലെ? ആ കൂട്ടുകാരനോടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമായിരിക്കും കാസർഗോഡും തിരുവനന്തപുരത്തും കിടക്കുന്ന 2 ചങ്കുകൾ, അല്ലെ? ഈ ചങ്കുകളുടെ കല്യാണം, അതല്ലെങ്കിൽ ഈ കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണം, ആരുടെ കല്യാണം ആയിക്കോട്ടെ, വിളിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് എത്തിക്കുന്നതിന്റെ ഒരു റീസൺ ഉണ്ടാകും, അല്ലെ? ഒരു റീസൺ ഉണ്ടാകും. ആ റീസൺ അത് അവരുടെ അഭേദ്യമായിട്ടുള്ള ബന്ധമായിരിക്കും. ആ ബന്ധമാണ് അവരെ അതിലേക്ക് എത്തിക്കുന്നത്. അവനക്ക് അവിടെ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. കാരണം എന്താണ്? അവൻ എന്നെ വിളിച്ചതാണ്, അവന്റെ ചങ്കാണ്, എനിക്ക് അവിടേക്ക് എത്തണം, അല്ലെ? ആ ഒരു ബന്ധം, ആ ഒരു ഹൃദയബന്ധമാണ് അവരേക്ക് എത്തിക്കുന്നത്. എന്നാൽ അത്ര കണ്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കല്യാണത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ പോയിക്കൊള്ളുന്നില്ല. അപ്പോ എന്തിലേക്കും പ്രസംഗം നമുക്ക് എന്തിന് നേടണം, എന്തിന് നമുക്ക് അതിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കണം, അതിന്റെ പിന്നിൽ നമുക്കൊരു റീസൺ ഉണ്ടാകണം. ആ റീസണെ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളൊരു കൗൺസിലർ ആണോ, നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് ആണോ, നിങ്ങളൊരു ടീച്ചറാണോ, നിങ്ങളൊരു ഓൺട്രപ്രണർ ആണോ? എല്ലാവർക്കും പ്രസംഗം ഉപകരിക്കും. പക്ഷേ ഞാൻ എന്തിനിത് നേടണം എന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്തസത്ത നിങ്ങൾ നേടിയെടുക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിലേക്ക് നേടിയെടുക്കാൻ പറ്റുക. പലപ്പോഴും നമ്മൾ പല കോഴ്സുകളിലും ചേരും, എന്നിട്ട് നമുക്കത് ഫലവത്താവാത്തത് എന്തുകൊണ്ടാണ്? അത് നമുക്ക് അതിന് അത്ര ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഡിസയർ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. പലരും നേടിയെടുക്കുന്നു, പക്ഷെ നമുക്ക് മാത്രം പറ്റുന്നില്ല എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമുക്ക് അതിന്റെ ഒരു ഡിസയർ നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഡിസയർ ഉള്ള, അതിനെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രം നമ്മൾ പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. സോ ആദ്യമായിട്ട് പറയുന്നത്, നമ്മൾ എങ്ങനെ മനോഹരമായിട്ട് നമുക്കൊരു ഒരു സ്പീച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ അതിൽ 5 P's P+F ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്ലാൻ, പ്രിപ്പയർ, പ്രാക്ടീസ്, പോളിഷ്, പ്രസന്റ്, ആൻഡ് ദ ലാസ്റ്റ് F stands for feedback. ഓക്കെ, സോ 5P and S. ഇനി ആദ്യത്തെ പ്ലാൻ പറയുന്ന സമയത്ത് ഒരു പ്രസംഗത്തിലേക്ക് നമ്മളൊരു പ്രസംഗത്തിന് വേണ്ടി നമ്മൾ മുതിരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ആദ്യം പ്ലാനിങ് ആണ്, അല്ലെ? നമ്മളൊരു വീട് പണിയുന്ന സമയത്ത്, അല്ലെ, ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ, പുതിയ വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ? ഒന്ന് യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ഒരു വീട്, ഇങ്ങനെ മനോഹരമായിട്ടുള്ള വീടിനെ സങ്കല്പിക്കുന്ന, ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന, എനിക്കൊരു വീട് ഉണ്ടാകണമെന്ന് മനസ്സിലുള്ള ആളുകളൊക്കെ ഒന്ന് യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ അവരാദ്യം രൂപപ്പെടുത്തുക എവിടെയാണ്? അവര് മനസ്സിലാണ്, അല്ലെ? മനസ്സിലാണ് ആദ്യം വീടിനെ രൂപപ്പെടുത്തുക. പിന്നെ ഈ വീട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എല്ലാ വീടുകളും പോകുന്ന സമയത്ത്, അല്ലെ? എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, നമ്മളെ വീട് എന്തെങ്കിലും ഒരു മോഡിഫൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉമ്മ പല സ്ഥലത്ത് പോകുന്ന സമയത്ത് അവൾ എല്ലായിടത്തും പോയി നോക്കും, അല്ലെ? ബാത്റൂം പോയി നോക്കും, അതേപോലെ തന്നെ വാൾസുകൾ പിടിച്ചു നോക്കും, കിച്ചൺ പോയി നോക്കും, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ അതുവരെ പോയിരുന്നാണ് പെയിന്റിങ് നോക്കും, അല്ലെ? എന്തൊക്കെയാ നോക്കുക, എല്ലാം നോക്കും നമ്മൾ, അല്ലെ? ഒരു വാഹനം മേടിക്കാൻ പോകുന്ന സമയത്ത് പിന്നെ എല്ലാ വാഹനങ്ങളും നമ്മൾ ഇങ്ങനെ നോക്കും, എന്താ വണ്ടി ഏതാ, അതിന്റെ കപ്പാസിറ്റി എത്ര, അതിന്റെ പ്രൈസ് എത്ര, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നമ്മൾ നോക്കും. അപ്പോ അത് നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒരു പ്ലാന്, ഒരു പ്രസംഗിക്കാൻ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല്, ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലെ? ഇന്നിപ്പോ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇത് ഉണ്ടാകും. അപ്പൊ ആദ്യം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, നമുക്കത് ചെയ്യാൻ പറ്റും, നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്സെപ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളിൽ ബിലീവ് ചെയ്യുന്നില്ലെങ്കിൽ, അവിടെ നിങ്ങൾ തോറ്റുപോകും. നിങ്ങൾ എന്ന മനുഷ്യനെ നിങ്ങൾ അംഗീകരിക്കുക, നിങ്ങൾക്കത് പറ്റൂന്ന് നിങ്ങൾ നിശ്ചയപ്പെടുത്തുക. അവിടെ നിശ്ചയപ്പെടാത്തിടത്താണ് നിങ്ങൾ തോറ്റുപോകുന്നത്, അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളെ വിശ്വസിക്കുന്നില്ല. നമ്മൾ വേറൊരാളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ
ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ അദ്ദേഹത്തിന് ചിലപ്പോ പൈസ കൊടുക്കില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോകില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല. കാരണം എന്താണ്? ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. ഇതേപോലെയാണ് നിങ്ങളുടെ കാര്യം. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം, നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ എങ്ങനെയാണോ അത് മതി. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മുഖത്തെ, നിങ്ങളുടെ സൗണ്ടിനെ, നിങ്ങളുടെ എന്തിനേയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് യുവർ സെൽഫ്, അല്ലേ? ഇത് വെച്ചിട്ട് മതി. നിങ്ങളൊന്ന് ആലോചിക്കുക, കയ്യും കാലും ഇല്ലാത്ത എത്രയോ ആളുകള് ലോകത്ത് അവര് സർവൈവ് ചെയ്യുന്നു, ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കുന്നു. ദെൻ കയ്യും കാലും സംസാരവും അതേപോലെ തന്നെ ചിന്തകളും എല്ലാമുള്ള നമുക്ക് അത് നേടിയെടുക്കാൻ നമ്മളിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ദാരുണമായിരിക്കും നമ്മുടെ അവസ്ഥ. സോ അക്സെപ്റ്റ് യുവർ സെൽഫ്. എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ പ്ലാനിങ്ങിൽ പറയുന്ന ഒരു കാര്യം, നോ യുവർ ഓഡിയൻസ്. നിങ്ങൾ ആർക്കാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എല്ലാവർക്കും ഒരേപോലെ അല്ല ക്ലാസ് എടുക്കുക. ക്ലാസ് എടുക്കാൻ പോകുന്ന ഓഡിയൻസ് ആരാണെന്ന് കൃത്യമായിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കണം. അതാണ് പ്ലാനിങ്ങിൽ. അക്സെപ്റ്റ് യുവർ സെൽഫ്, നോ യുവർ ഓഡിയൻസ്, സെലക്ട് ടോപ്പിക്, ഒബ്ജക്റ്റീവ്, ദെൻ കീ മെസ്സേജ്. ഇതാണ് പ്ലാനിങ്ങിൽ നമുക്ക് വേണ്ടത്. അപ്പൊ നോ യുവർ ഓഡിയൻസ്, അല്ലെ? എന്താണ് നിങ്ങളുടെ ഓഡിയൻസ്? അത് ഏത് ടൈപ്പ് ആളുകളാണ്? സാധാരണക്കാരാണോ, എഡ്യൂക്കേറ്റേഴ്സ് ആണോ, ട്രെയിനേഴ്സ് ആണോ, സ്റ്റുഡൻസ് ആണോ? സ്റ്റുഡൻസിൽ തന്നെ LP വിഭാഗമാണോ, അതല്ല ഹയർ സെക്കൻഡറി വിഭാഗമാണോ? ഭാഷ വ്യത്യാസമാണ് കേട്ടോ. ഇന്നത്തെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കുറെ ഭാഷകളുണ്ട്. പഴയ സാഹിത്യം കൊണ്ട് പോയിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക, അവിടെ പോയിട്ട് മോട്ടിവേഷൻ സ്പീക്കർ ആവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ട്രെയിനിങ് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒരു എക്സാം സൈക്കോളജിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് എനിക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ കുട്ടി, ആ കുട്ടി നമ്മളിവിടെ പറയുന്ന സ്ട്രക്ചേർഡ് വോട്ട് ഓഫ് താങ്ക്സ് ഒന്നല്ല പറഞ്ഞത്, അല്ലെ? അവർ പറഞ്ഞ ഒരു ഭാഷയുണ്ട്. പുതിയ കാലത്തെ ന്യൂജൻ പദങ്ങൾ നമ്മൾ പഠിക്കണം, അല്ലെ? തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറയും. ഈ തേച്ചൊട്ടിച്ചു. അതേപോലെ തന്നെ തേമ്പി എന്നൊക്കെ പറയും, തേമ്പി, അല്ലെ? അങ്ങനെ തുടങ്ങിയ അടിപൊളി, കിടുക്കാച്ചി എന്നൊക്കെ പറഞ്ഞ പുതിയ പദങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താണ് പയറ്റി തെളിഞ്ഞിട്ട് വേണം പോകാൻ. ഇതൊക്കെ നമ്മൾ പഠിക്കണം. അതല്ലാതെ പഴയ ഭാഷയും കൊണ്ടല്ല പോകേണ്ടത്. പുതിയ ഭാഷകളെ കൂടി, പുതിയ വാക്കുകളെ നമുക്ക്. അപ്പൊ അവിടെ എന്നോട് ആ കുട്ടി പറഞ്ഞ ഒരു വോട്ട് ഓഫ് താങ്ക്സിൽ ആദ്യം പറഞ്ഞ സഹോ എന്നാണ് എന്നെ പറഞ്ഞത്. സഹോ, താങ്കളുടെ ക്ലാസ് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനത്തെ ചില പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് അവർ വോട്ട് ഓഫ് താങ്ക്സ് പോലും പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചു. അപ്പോ നോ യുവർ ഓഡിയൻസ്. ആ ഓഡിയൻസിലേക്ക്, അല്ലെ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം നമ്മളുടെ അവതരണം ഉണ്ടാവേണ്ടത്. സോ നോ യുവർ ഓഡിയൻസ്. ഞാൻ അതിൽ കൂടുതൽ നമ്മൾ പറയുന്നില്ല. നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിൽ നോ യുവർ ഓഡിയൻസ് ഒക്കെ നമ്മൾ ഒറ്റ ചാപ്റ്റർ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഒരു 1 hour സെഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ സെലക്ട് ടോപ്പിക് ആണ്. അപ്പോൾ ഓഡിയൻസിനനുസരിച്ച് നമ്മൾ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യും. ഏത് ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. പിന്നെ ഒബ്ജക്റ്റീവ്, അല്ലെ? ഏത് ടോപ്പിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ ഒബ്ജക്റ്റീവ് നമുക്ക് ഉണ്ടാവണം. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 1 hour സെഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ടത്? ഇതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റീവും ഇല്ലാതെ നമ്മൾ പോകരുത്. ഒരു 1 hour സെഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് അവർക്ക് കിട്ടിയിരിക്കണം, അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ, പിന്നെ ഒരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കണം നമ്മളുടെ ഒരു സ്പീച്ചിന്റെ ഒരു തുടക്കം. പിന്നെ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ അതിന്റെ കോണ്ടന്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ആ ഒരു ഒബ്ജക്റ്റീവിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഏത് ഒബ്ജക്റ്റീവാണ്, എന്താണ് അവിടെ നമ്മൾ കൺവേ ചെയ്യേണ്ടത്, അവർക്ക് എന്താണ് കിട്ടേണ്ടത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കോണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. അതാണ് ഫസ്റ്റത്തെ P എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ P ആണ് പ്രിപ്പയർ എന്ന് പറഞ്ഞത്. ആദ്യത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? ആദ്യം എന്ത് പറഞ്ഞു? ആദ്യത്തെ പ്ലാൻ ആണ്. പ്ലാൻ, പിന്നെ പ്രിപ്പയർ ആണ്. അപ്പൊ പ്ലാനിങ് ചെയ്തു, അതിനുശേഷം നമ്മളെ കയ്യിൽ എന്താണ്? പ്ലാനിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, പ്രിപ്പറേഷൻ. അപ്പൊ അവിടെ എന്താണ് വേണ്ടത്? ഒരു പ്രിപ്പറേഷൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് 3 കാര്യങ്ങളാണ്. പവർഫുൾ ഓപ്പണിംഗ് ആൻഡ് ബോഡി ആൻഡ് ക്ലോസിംഗ്. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു പ്രസംഗത്തിനെ നമ്മൾ 3 പാർട്ട് ആക്കണമെങ്കിൽ പവർഫുൾ ഓപ്പണിംഗ് എന്നുള്ളതാണ്.
അല്ലെ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ പ്രധാനമാണ് ലാസ്റ്റും. നമുക്ക് എപ്പോഴും പഴക്കുന്ന എവിടെയാണെന്ന് അറിയോ? തുടക്കം പഴയ്ക്കും, അതേപോലെ തന്നെ അവസാനവും പഴയ്ക്കും. ഇൻ ബിറ്റ്വീൻ സൂപ്പറാണ്, ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഫസ്റ്റ് നമുക്ക് നല്ല പവർഫുൾ ആക്കാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ ക്ലൈമാക്സ് ആണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്ക് തുടങ്ങിയിട്ട് 11 മണി വരെയാണ് നമ്മുടെ പ്രസംഗമെങ്കിൽ ഒരു 10:45 മുതൽ 11 മണി വരെയുള്ള ഒരു സമയമുണ്ട്. ലാസ്റ്റത്തെ 15 മിനിറ്റ്സ്, ലാസ്റ്റത്തെ 10 മിനിറ്റ്സ്. ആ 10 മിനിറ്റ്സിൽ നമുക്ക് എന്താണ്, അതാണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞത്, അല്ലെ? ലാസ്റ്റ് നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഏറ്റവും അവസാനം കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ക്ലിക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനൊക്കെ മാറ്റിമറിക്കും. അതുവരെ ഡ്രൈ ആണെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു 10 മിനിറ്റിൽ ഒരു കിടുക്കാച്ചി ആക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സെറ്റ് ആക്കാൻ പറ്റും. അപ്പൊ കാരണം അതാണ് അവരുടെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ ഒരു പവർഫുൾ ഓപ്പണിംഗ് ഉണ്ടാവണം. അപ്പൊ പവർഫുൾ ഓപ്പണിങ്ങിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പവർഫുൾ ഓപ്പണിങ്ങിന് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മളൊരു സ്റ്റോറി പറഞ്ഞു തുടങ്ങും. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയും, അല്ലെ? പിന്നെ കഴിഞ്ഞ 2010 മുതൽ 2020 വരെയുള്ള ഒരു കണക്ക് പ്രകാരം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് നമുക്ക് തുടങ്ങാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ന്യൂസ് റിപ്പോർട്ട് പറയാം, അല്ലെ? ഒരു ന്യൂസിൽ ഇന്ന് കാലത്ത്, അല്ലെ, പലരും നമ്മൾ തുടങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് കാലത്ത് പത്രം വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. എന്തായിരുന്നു? അപ്പൊ ഞെട്ടുമ്പോ തന്നെ ബാക്കിയുള്ളവരൊക്കെ എന്താണ് ഞെട്ടിയത്, എന്താണ്, ഞാൻ ഇന്ന് വായിച്ചിട്ടില്ലല്ലോ, അല്ലെ? ചിലപ്പോൾ നമ്മളും പത്രം വായിക്കുന്ന ആളായിരിക്കില്ല. പക്ഷെ ഇന്ന് നമ്മൾ പ്രസംഗം ഉള്ളതുകൊണ്ട് എന്താണ്, ഇന്നത്തെ പത്രം എടുത്ത് നോക്കും, ആദ്യത്തെ തലക്കെട്ട് എന്താണ്, അല്ലെ? അപ്പോ അങ്ങനെ ന്യൂസ് റിപ്പോർട്ടിങ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു അനുഭവം പറഞ്ഞു തുടങ്ങാം. എന്റെ കുട്ടിക്കാലത്തെ, എന്തൊരു കുട്ടിക്കാലത്തേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്. അപ്പൊ ഇതേപോലെ ഒരു പവർഫുൾ ഓപ്പണിങ് കൊടുക്കുക, അതന്നെ ക്ലിക്ക് ആവും. അവിടെ തന്നെ എന്താണ്, പിന്നെ നമ്മൾ സാധാരണ ട്രെയിനിങ്ങിലൊക്കെ പറയാറുണ്ട്, അവരുടെ മൈൻഡ് നമുക്ക് തുടങ്ങാൻ പറ്റണം. ഒരു ആങ്ഷ്യസ് മൂഡിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പൊ ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരുമാതിരി ഇവരുടെ മൈൻഡ് ഒന്ന് ഓപ്പൺ ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങാൻ പാടില്ല. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന്റെ മൈൻഡ് നമ്മൾ ആദ്യമേ ഓപ്പൺ ചെയ്യണം. ഈ ഓപ്പൺ ചെയ്യാനുള്ള ഇതാണ് പവർഫുൾ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗത്തിന്റെ ഓപ്പണിംഗ് മാത്രമല്ല, മൈൻഡ് ഓപ്പണിംഗ് കൂടിയിട്ടാണ്. ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്ന, ഉത്കണ്ഠയോട് കൂടി ഇരിക്കുന്ന, അല്ലെ? നമ്മളിപ്പോ ഓരോരുത്തരും ഇപ്പൊ നിങ്ങളെല്ലാവരും ഈ ഒരു ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് എങ്ങനെയായിരിക്കും ക്ലാസ്, സാർ എങ്ങനെയായിരിക്കും നിൽക്കുക? ഇപ്പൊ ഒരു ക്ലാസ് മാത്രമല്ല, നമ്മൾ ട്രെയിനിങ്ങിൽ പോകുന്ന സമയത്ത്, ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത്, ഒരു സ്കൂളിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ പോകുന്ന സമയത്ത് എവിടെയും നോക്കിയോ നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന കുട്ടികൾ, വിശേഷിച്ച് സ്കൂളിലെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പേടിയാണ്. ചിലപ്പോൾ ട്രെയിനിങ്ങിന് വന്ന ചോദ്യം ചോദിക്കോ, അതല്ലെങ്കിൽ ഈ സാർ എങ്ങനെയായിരിക്കും, വല്ല സ്ട്രിക്റ്റ് ആയിരിക്കോ, ഇതൊക്കെ ഒരു ചിന്തയോടെ. അപ്പൊ നമുക്ക് ആ മൈൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മളുടെ ആ ഒരു പവർഫുൾ ഓപ്പണിംഗ് എന്ന് പറഞ്ഞത്. അതിനുശേഷം പിന്നെന്താണ്, പിന്നെ ബോഡിയാണ്. നമ്മൾ പറയേണ്ട കാര്യങ്ങളെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് സ്ട്രക്ചർ ചെയ്തുകൊണ്ട് പറയാന്നുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ കൺക്ലൂഷൻ, അല്ലെ? ലാസ്റ്റ് വൺ എന്താണ്? കൺക്ലൂഷൻ. അവിടെ എന്താണ് കൺക്ലൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല മെത്തേഡുകളും ഉണ്ട് കേട്ടോ. അപ്പോ നമുക്ക് പിന്നെ റിവ്യൂസ് പിന്നെ ചെയ്യാം, അത് സമ്മറൈസ് ചെയ്യുക. അതേപോലെ തന്നെ കോൾ ഫോർ ആക്ഷൻ. കോൾ ഫോർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കോൾ ഫോർ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പ്രോക്രാസ്റ്റിനേഷന്റെ ക്ലാസ് എടുക്കുകയാണ്. എങ്ങനെ മടി മാറ്റാം എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ എങ്ങനെ നീട്ടിവെക്കൽ നമുക്ക് ഒഴിവാക്കാം എന്നുള്ള ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു കോൾ ഫോർ ആക്ഷൻ. കോൾ ഫോർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നു മുതൽ ഈ നീട്ടിവെക്കൽ നിർത്തും, എന്നു മുതൽ നന്നാകും, അതാണ് ചോദ്യം. അപ്പോ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇന്നു മുതൽ സാറേ, നാളെ മുതൽ ഞാൻ നന്നാവും, നാളെ മുതൽ ഞാൻ ഓട്ടം തുടങ്ങും, നാളെ മുതൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തുടങ്ങും, നാളെ മുതൽ ഞാൻ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യും എന്ന് പറയുന്ന അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതാണ് കോൾ ഫോർ ആക്ഷൻ, അല്ലെ? ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പഠിക്കും നിങ്ങൾ എന്നൊക്കെയുള്ള, അതാണ് കോൾ ഫോർ ആക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചലഞ്ചിങ് എന്ന് പറയും. ലാസ്റ്റ് നമ്മൾ ചലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക? ലാസ്റ്റ് നമ്മളൊരു ചലഞ്ചിങ് ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഒരു 4 പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു എന്ന് പറയല്ല. ഒരു പവർഫുൾ ക്ലോസിംഗ് കൊടുക്കണം നമ്മൾ. അതാണ് ക്ലോസിംഗ് എന്ന്. അപ്പൊ ക്ലോസിംഗിൽ പലവിധ മെത്തേഡുകൾ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ കൊട്ടേഷൻ പറയാം. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കൊട്ടേഷൻ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കോട്ട് പറയാം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രിപ്പറേഷനെ നമുക്കൊന്ന് മനോഹരമാക്കാം. പിന്നെ അവിടെ വരുന്നത് ഇത് പ്രിപ്പറേഷൻ മാത്രമാണ് കേട്ടോ, പറയാൻ തുടങ്ങിയിട്ടില്ല നമ്മളെ.
പറയണ്ടേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി പ്രാക്ടീസ് ആണ്. ഇതൊക്കെ എഴുതി വെച്ചതിന് ശേഷം, ഇതൊക്കെ നമ്മൾ സ്ട്രക്ചർ ചെയ്തതിന് ശേഷം പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗപ്പെടുത്താം? ഇതൊക്കെ ഉപയോഗപ്പെടുത്താം. ഇവിടെ എഴുതിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. പ്രാക്ടീസിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എന്താണ്? വാട്സപ്പ് വോയിസ്. വാട്സപ്പ് വോയിസ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉപയോഗമുണ്ടോ? ഉപയോഗമുണ്ട്. വാട്സപ്പ് വോയിസ് കൊണ്ട് ഉപകാരങ്ങളേ ഉള്ളൂ. നമുക്ക് പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളോട് ഭയങ്കര ഒരു മുഖം തിരിഞ്ഞ ഒരു പ്രകൃതമാണ് നമുക്കൊരു വേദി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സംസാരിക്കൂ. ഒരു വേദി, ഒരു സ്റ്റേജ് കിട്ടണം, എന്നാലേ ഞാൻ സംസാരിക്കൂ എന്നുള്ള ഒരു പിടിവാശിയാണ് നമുക്ക് പലപ്പോഴും. വാട്സപ്പിൽ വോയിസ് വിടുക എന്നുള്ളത് ഒരു മനോഹരമായിട്ടുള്ള കലയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തത് പലപ്പോഴും, ഒരുപക്ഷെ എൻ്റെ വോയിസുകൾ, എൻ്റെ സ്കിൽ ടോക്സിലും അതേപോലെ തന്നെ മറ്റു കമ്മ്യൂണിറ്റികളിലും വോയിസ് കേൾക്കാത്ത ആളുണ്ടാവില്ല. ഞാൻ ദിനേനയെന്നോണം വോയിസുകൾ ഇട്ടിരുന്ന ഒരാളാണ്. അത് വെറുതെ ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ ഹലോ എന്തൊക്കെയുണ്ട് സുഖല്ലേ, ആ വോയിസ് അല്ല. മനോഹരമായിട്ട് സംസാരിക്കാനുള്ള ഒരു പ്രാക്ടീസിന്റെ ഭാഗമായിട്ട്, അല്ലെ? പുതിയ പദങ്ങളെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുതിയ പദങ്ങളെ പരിചയപ്പെടുക, പദങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കുക മനോഹരമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോ നമ്മളിവിടെ പറഞ്ഞു വെച്ചത് എന്താണ്? നിങ്ങൾ വാട്സപ്പിൽ വോയിസ് ഇടാം, മനോഹരമായിട്ട് വോയിസ് ഇടാം. എവിടെയൊക്കെ നമുക്ക് വോയിസ് ഇടാം? നിങ്ങളുടെ ടീച്ചർ ആണെങ്കിൽ ഒരു സ്റ്റുഡൻസിനെ, ഒരു സ്റ്റുഡന്റ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങളൊരു ടീച്ചറാണെന്ന് കരുതാം. നിങ്ങൾക്ക് എത്ര അവസരം ഉണ്ടെന്നറിയോ? ഒരു വാട്സപ്പിൽ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു കുട്ടി നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാല് ഒരു കഥ പറഞ്ഞിട്ട് ഒരു 2 മിനിറ്റിന്റെ വോയിസ്, ഒരു 3 മിനിറ്റിന്റെ വോയിസ് ഒന്ന് ഇട്ട് നോക്കിയേ. ലൈക്ക് അടിക്കട്ടെ, ലൈക്ക് അടിക്കാതിരിക്കരുത്, ഒരു പ്രാക്ടീസിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സുകള്, പിന്നെ ഫ്രണ്ട്സുകൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്ത് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടി, ഒരു വോയിസ് വിട്. വോയിസ് വിട്ട് എന്നെ കൊണ്ട് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടാ. അത് അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. അതിനെന്ത് ചെയ്യണമെന്നറിയോ? ഒരു ഗ്രൂപ്പിൽ തന്നെ ഇടരുത്. അതാണ് പ്രശ്നം. എല്ലാ ദിവസവും ഒരു ഗ്രൂപ്പിൽ തന്നെ കൊണ്ടുവിടരുത് കേട്ടോ. അപ്പൊ അത് ഒരു ശല്യമായിട്ട് മാറും. അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോണ്ടല്ലോ, എല്ലാവരും വന്നിട്ട് ലൈക്ക്, അടിപൊളി സൂപ്പറാണ്, എന്താണ് ഒരു പ്രശ്നം, അതായത് അത്ര ബോറാണെങ്കിൽ പോലും എന്താണ് അവര് വന്നിട്ട് ഭയങ്കര ലൈക്ക്. രണ്ടാമത്തെ ഇട്ട് കഴിഞ്ഞാലും കുറച്ച് ആൾക്കാർ വരും. ഒരു 3-4 കഴിയുമ്പോ പിന്നെ ആ വഴിക്ക് ആളുകൾ കുറഞ്ഞു തുടങ്ങും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരാള് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഭാഗമേ അല്ല. അപ്പൊ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരെണ്ണത്തിൽ തന്നെ ഇടുക എന്നുള്ളതിന് പകരം വ്യത്യസ്തമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, അല്ലെ, സമാന മനസ്കരായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. യു ക്യാൻ ജോയിൻ, അല്ലെ? ഒരു 2-3 പേരെ കിട്ടി, അപ്പൊ എന്താണ്, നമുക്ക് അങ്ങോട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഗുഡ്. ഓക്കെ, അവിടെയൊക്കെ നമുക്ക് എന്താണ്, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ വാട്സപ്പ് വോയിസ് ഞാൻ സ്പീഡ് ആക്കുകയാണ്. വാട്സപ്പ് വോയിസിൽ ചെയ്യാം, മിറർ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, മിറർ പ്രാക്ടീസ്, അല്ലെ? സ്വന്തമായിട്ട് നമ്മൾ മിറർ പ്രാക്ടീസ്, വാക്കിംഗ് പ്രാക്ടീസ്. ഞാൻ പലപ്പോഴും ചിലപ്പോ നടന്നു പോകുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഏത് മുമ്പ് കാലങ്ങളിൽ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോൾ, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് റൂമിലേക്ക് നടന്നു പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോകും. അതെന്തുകൊണ്ടാണ്? ചില കഥകളൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം, പുതിയ കഥകളൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെ? എനിക്കൊരു കഥാപുസ്തകം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കഥാപുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥകൾ മാത്രം എഴുതി വെക്കുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ഇതിൽ നല്ല കഥകൾ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കഥകൾ എഴുതി വെക്കും. ഇന്ന് ഞാനത് ഡിജിറ്റലാക്കി മാറ്റി. പണ്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു, അതിനൊരു പേരൊക്കെ കൊടുത്തിട്ട് അതിൽ കഥകൾ മാത്രമേ ഉള്ളൂ. എന്താണ്, എവിടെയെങ്കിലൊക്കെ പോയി പറയാൻ പറ്റുന്ന നല്ല സൂപ്പർ കഥകൾ എവിടെയെങ്കിലൊക്കെ വായിക്കുമ്പോൾ, അതല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു നല്ലൊരു സൂപ്പർ കഥ കിട്ടും. അപ്പൊ അതിൽ എഴുതി വെക്കും. ഈ കഥ നമ്മൾ പറഞ്ഞു പരിശീലിക്കണം. അപ്പോഴേ നമുക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് ഏറ്റവും മനോഹരം. അതല്ലാതെ നമ്മളൊന്ന് ആലോചിച്ച്, ഒരു പാട്ടുകാരൻ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാതെ ആദ്യം പോയിട്ട് സദസ്സിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഇതേ ഗതികേടായിരിക്കും നമുക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വീട്ടിലിരുന്നും പ്രാക്ടീസ് ചെയ്യില്ല. നമുക്കൊരു പ്രാക്ടീസ്, നമ്മൾ ആദ്യത്തെ പ്രാക്ടീസ് എവിടെയാണ്? നമ്മൾ ആദ്യം പോയിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മളെ പ്രാക്ടീസ്. അതിനേക്കാൾ അപ്പുറത്ത് യു ഹാവ് ടു പ്രാക്ടീസ്. അപ്പൊ അതിന് എന്താണ്, മിറർ പ്രാക്ടീസ് ചെയ്യാം, നടന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം, വീഡിയോ റെക്കോർഡ് ചെയ്യാം. എന്താണ് വീഡിയോയുടെ പ്രത്യേകത? മിറർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വീണ്ടും നമുക്ക് നോക്കാനുള്ള സാഹചര്യമില്ല. ബട്ട് വോയിസുകളാവുന്ന സമയത്ത്, റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, അത് വോയിസ് ആവട്ടെ അതേപോലെ തന്നെ വീഡിയോ ആവട്ടെ, യു ക്യാൻ എന്താണ്,
നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് കേൾക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം. ഓക്കെ, എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സുഹൃത്തിനെ ഞാൻ എപ്പോഴും എവിടെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ സുഹൃത്തുണ്ടെങ്കിൽ ഈ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു വെക്കും, എൻ്റെ ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ, ആ ക്ലാസ്സിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, എൻ്റെ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. അപ്പൊ ഈ സുഹൃത്ത് എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന സുഹൃത്താണ്. അവൻ എൻ്റെ ഡെവലപ്മെന്റിൽ വളരെയധികം താല്പര്യമുള്ള സുഹൃത്താണ്. അപ്പൊ ഇവൻ കറക്റ്റ് നോട്ട് ചെയ്യും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറിയിക്കും, ഇങ്ങനെ തന്നെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? ഇനി അഥവാ അവൻ മറന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ ചോദിക്കും അവനോട്. ഇങ്ങനെ 2-3 ആൾക്കാരെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് വെബിനാർ ആവട്ടെ, വോയിസ് ആവട്ടെ, ഇങ്ങനെ നമുക്കൊരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രസ്റ്റ് ഉള്ളവരായിരിക്കണം കേട്ടോ. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ പിടിച്ച് താഴേക്കിടും. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. നമ്മളിടുന്ന വോയിസുകളും വീഡിയോസും നമ്മൾ അയച്ചു കൊടുക്കുന്നവർ കൃത്യമായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുന്നവരും നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്ന ആളുകളും ആയിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് തിരിച്ചായിരിക്കും പിന്നെ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ പിന്നെ മിറർ പ്രാക്ടീസ് ചെയ്യാം, ക്യാമറ വീഡിയോസ് ചെയ്യാം. ആൻഡ് ദ അതർ വൺ, യു ഷുഡ് ഹാവ് എ മെന്റർ. നിങ്ങൾക്ക് മെന്റർ ഉണ്ടാവുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മെന്റർ ഉണ്ടെങ്കിൽ ഏറ്റവും മനോഹരമാണ്. കാരണം എന്താണ്, നിങ്ങൾക്കൊരു പ്രസംഗിക്കാൻ ഒരു വേദി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നിങ്ങൾക്ക് പല വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് വിറയലുണ്ടാവും, അങ്ങനെ തുടങ്ങി പലതും ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെ എൻകറേജ് ചെയ്യാന്നുള്ളത് അത് ChatGPT ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് അല്ലെ. ChatGPT ചോദിക്കുകയാണ്, എനിക്ക് നാളെ ഒരു പ്രസംഗം ഉണ്ട്, എന്നെ ഒന്ന് ഗൈഡ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ChatGPT അതാണോ യൂസ് റിലാക്സേഷൻ മെത്തേഡ്, ബ്രീത്തിങ് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ തരും. എന്നാൽ നിങ്ങളൊരു മെന്ററെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ പറയാ? മെന്റർ പറയുന്നതും ഓ വണ്ടർഫുൾ, സമീർ സാറാണെന്ന് കരുതട്ടാ. അപ്പൊ സമീർ സാർ എന്നെ വിളിക്കുകയാണെങ്കിൽ സമീർ സാറേ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ടല്ലോ, ഞാൻ ആദ്യം നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്, നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ ഏറ്റെടുത്തതിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സമാധാനമാണ്. എന്നിട്ട് പറഞ്ഞിട്ട് എന്താ പറയാ, നിങ്ങൾ ഒന്നും നോക്കണ്ട, അവിടെ പോവുക, അവതരിപ്പിക്കുക, ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂസ് ചെയ്യുക, നല്ല കോൺഫിഡന്റ് ആയിട്ട് പോവുക, ഇന്ന കാര്യങ്ങൾ നോക്കാം. അതിൽ നിന്ന് കിട്ടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു നമ്മളൊരു രോഗിയുടെ അടുത്ത് പോയിട്ട് നമ്മളിങ്ങനെ കൈയൊന്ന് പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാന്ത്വനം ഉണ്ടല്ലോ, അതേപോലെയാണ് പലപ്പോഴും കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒരാള് നീ പോയി ചെയ്യടാ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഇതൊരു വല്ലാത്ത. അത് മെന്റർ എന്ന് പറയുമ്പോൾ അവിടെ ട്രസ്റ്റ് ആണ് കേട്ടോ. വെറുതെ ഒരാളെ നമുക്ക് മെന്റർ ആക്കാൻ പറ്റില്ല. മെന്റർ എന്ന് പറയുമ്പോൾ അവിടെ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ രൂപപ്പെടുത്തുന്ന ഒരാളാണ്. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് മെന്റർ എന്ന് പറയുന്നത്. അപ്പൊ വേറെ ഒരു വഴി കൂടെ പോണ ഒരാളെ പിടിച്ചിട്ട് മെന്റർ ആക്കാൻ നമുക്ക് പറ്റൂല. ഈ മെന്ററും മെന്റിയും തമ്മിലുള്ള ട്രസ്റ്റ് ആണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മളറിയാത്ത, നമ്മൾ കാണാത്ത ഒരാളോട് പോയിട്ട് നമ്മൾ നിങ്ങളെ മെന്റർ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം. ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, അതാണ് നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള എന്താണ് പ്രാക്ടീസുകൾ ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പോയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല. സ്റ്റിൽ വി ഹാവ് എ ടൈം. എന്താണ്, ഒരു കടമ്പയും കൂടി കടക്കാനുണ്ട്. ദാറ്റ് ഇസ് ദ പോളിഷ്. ഈ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുക. എന്താണ്, നമുക്കൊരു എനർജി ഇല്ലല്ലോ, ഒരു നമ്മുടെ സംസാരത്തിന് ഒരു എന്തില്ല, ഒരു സുഖമില്ല, എവിടെയോ എന്തൊരു പ്രശ്നമുണ്ട്, നമുക്കൊരു എനർജി ഗെയിൻ ചെയ്യാനുണ്ട്. ടൈം മാനേജ്മെന്റ് തീരെ ഇല്ല. 10 മിനിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷെ സംസാരിച്ചു വന്നപ്പോൾ അരമണിക്കൂറായി, അതല്ലെങ്കിൽ സംസാരിച്ചു വന്നപ്പോൾ 5 മിനിറ്റ്. ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തപ്പോ ഏറ്റവും നല്ല അഗ്രഗണ്യന്മാരാണ്, പക്ഷെ എന്താണ്, അവരെ വേണ്ട എന്ന് പറഞ്ഞ് വെട്ടാനുള്ള കാരണം ടൈം മാനേജ്മെന്റ് ഇല്ല. 45 മിനിറ്റ് ആളെ വിളിച്ചു കഴിഞ്ഞാൽ 45 മിനിറ്റ് നിർത്തൂല. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തുന്ന ഒരു ക്യാമ്പിൽ ടൈം ഷെഡ്യൂൾ ആയിരിക്കും, പക്കയായിരിക്കും. 9 മുതൽ 9:45, പിന്നെ 9:45 മുതൽ 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ്, ഇങ്ങനെയായിരിക്കും ടൈം ഷെഡ്യൂൾ. അവിടെ 45 മിനിറ്റിന്റെ സംസാരത്തിന് ഒരാളെ വിളിച്ചിട്ട് ഇയാള് 2 മണിക്കൂർ സംസാരിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പലപ്പോഴും പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ ഞാൻ വോയിസ് ഇടിപ്പിക്കും, വീഡിയോ ചെയ്യിപ്പിക്കുമ്പോഴും ഞാൻ പക്ക പറയുന്ന ഒരു സാധനമാണ്. എന്താണ്, നിങ്ങൾ 5 മിനിറ്റിന്റെ വോയിസ് പറഞ്ഞാൽ 5 മിനിറ്റിൽ നിങ്ങൾ നിർത്തുക. അതൊരു കഴിവാണ്. ഒരു ദിവസം ഒരു കുട്ടി ബന്ധപ്പെട്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു 10 ടോപ്പിക് അയച്ചു തന്നിട്ട് പറഞ്ഞു, കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പോ പ്രസംഗത്തിന്റെ കോമ്പറ്റീഷൻ ആണ്,
എത്രയാണ് സമയം എന്നറിയോ നിങ്ങൾക്ക്? 1 മിനിറ്റ് ആണ് സമയം. 1 മിനിറ്റിന്റെ സ്പീച്ച് കോണ്ടസ്റ്റ്. 5 മിനിറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 1 മിനിറ്റിന്റെ, അതും എങ്ങനത്തെയാണ് ടോപ്പിക്? ഇന്റർനാഷണൽ ടോപ്പിക്കുകളാണ്. കറണ്ട് അഫയേഴ്സിനെ കുറിച്ചിട്ടുള്ള സമകാലികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് 1 മിനിറ്റ് കൊണ്ട് പറയണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് 5 മിനിറ്റിന്റെ വീഡിയോ ആണോ ഇഷ്ടം, 1 മിനിറ്റിന്റെ റീലാണോ ഇഷ്ടം? നമുക്കിഷ്ടം 1 മിനിറ്റിന്റെ റീലാണ്, 30 സെക്കൻഡ്സിന്റെ റീലാണ് അല്ലെ. ഏറ്റവും ചുരുക്കി പറയാൻ പഠിക്കണം. ഏറ്റവും നീട്ടി പറയാൻ, പരത്തി പറയാൻ എല്ലാവർക്കും പറ്റും. ഏറ്റവും ചുരുക്കിയിട്ട് ടൈം മാനേജ്മെന്റ് 1 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുമോ? വണ്ടർഫുൾ. നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് പറയുന്നത് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ. വളഞ്ഞു മൂക്ക് കുടിക്കുന്നതിന് പകരം 1 മിനിറ്റ് കൊണ്ട്, 5 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും മനോഹരമാണ്. അതിനെ നമ്മൾ എലാബറേറ്റ് ചെയ്ത് അതിനെ ഏറ്റവും മനോഹരമായിട്ട് ഇങ്ങനെ 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 പറഞ്ഞു കൊണ്ടുപോകാനും പറ്റുന്നതും അതിന്റെ മറ്റൊരു സ്കില്ലാണ്. അപ്പോ ഏറ്റവും ചുരുക്കി കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം. നീട്ടി പറഞ്ഞു പോകുന്നതിനേക്കാൾ ഏറ്റവും ചുരുക്കിയിട്ട് അല്ലെ. എല്ലാവരും തിരക്കുകാരാണ്. ഇപ്പൊ ഇവിടെ വന്ന എല്ലാവരും എന്താണ്, എല്ലാവരും തിരക്കിന്റെ ഇടയിൽ നിന്ന് ഒരു സമയം ഒന്ന് കേൾക്കണം, അതൊന്ന് കേട്ടിട്ട് പോകണം എന്ന് വിചാരിച്ചു വന്നവരാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റുന്നിടത്താണ് എന്റെ വിജയം. അതല്ലാതെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലോ അതുകൊണ്ട് ഞാനിനി നിങ്ങളൊന്നും നോക്കാണ്ട് ഇങ്ങനെ പറഞ്ഞു പോവലല്ല. അപ്പോ ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഏറ്റവും ചുരുക്കി പറയുന്നവരായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ ചില സംസാരം ഉണ്ട് കേട്ടോ, കേട്ടാലും മതിയാവൂല, ഒന്ന് നിർത്തരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കും. പലപ്പോഴും ചില ആളുകൾ ഇങ്ങനെ കേൾക്കുമ്പോ ഇത് കഴിഞ്ഞു പോയല്ലോ, കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ. അങ്ങനെ ആയിരിക്കണം നമ്മൾ സംസാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം കൂടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ട് അങ്ങനെ ആയിരിക്കണം നമ്മളെ സംസാരം അവസാനിപ്പിക്കേണ്ടത്. അപ്പോ ആ രീതിയിൽ നമുക്ക് എന്താണ് കാം ആൻഡ് പ്ലസന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്മൾ പോളിഷ് ചെയ്തതിനു ശേഷം നമ്മൾ അവിടെ പോകുന്നു, പ്രസന്റ് ചെയ്യാൻ പോകുന്നു. പ്രസന്റ് ചെയ്യാൻ പോവാണ്. പ്രസന്റ് ചെയ്യാൻ പോകുന്നത് റിലാക്സ്ഡ് ആയിട്ട് പോവാ. നല്ല റിലാക്സ്, ഇൻഫോർമേറ്റീവ്, ഇന്ററാക്റ്റീവ്, ബോഡി ലാംഗ്വേജ്, പാരാലിംഗ്വിസ്റ്റിക്, ഇതൊക്കെ പ്രസന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുറെ കാര്യങ്ങളുണ്ട്, കുറച്ച് മൈൻഡിൽ വന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയാണ്. റിലാക്സ്, വളരെ സിമ്പിൾ ആയിട്ട് പോവാം അല്ലെ. നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, എക്സാം ഹാളിൽ പോകുന്നതിന് 5 മിനിറ്റ് മുമ്പ് നിന്നിട്ട് പഠിക്കാത്ത പാഠങ്ങളൊക്കെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇതേപോലെയാണ് എന്താണ്, സ്റ്റേജിൽ കയറി ഇരുന്നിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണത് അല്ലെ. പല പ്രാസംഗികരും കാണാം എന്താണ്, നമ്മളൊക്കെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സ്റ്റേജിൽ പോയിരിക്കുക. നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ സ്വാഗതം ഉണ്ടാവും, ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മുടെ പ്രസംഗം. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് എന്താണ്, സ്റ്റേജിൽ പോയിരുന്നിട്ട് ഇങ്ങനെ നോക്കണം മൊബൈലിൽ എന്ത് കോണ്ടന്റ് ഒക്കെ കിട്ടാത്തത്, മറ്റു പുതിയ സ്റ്റോറി. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നത് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് എപ്പോഴും സെലക്ട് ചെയ്യുക. അറിയാത്തത് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും സിമ്പിൾ, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് നിങ്ങൾ പറയാ, നിങ്ങൾക്ക് അറിയണത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ഒന്ന് പറഞ്ഞു നോക്കിയേ. വളരെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സമകാലീന അവസ്ഥയെ കുറിച്ച് പടച്ചോൻ ഇതൊക്കെ പറഞ്ഞു വരുമ്പോണ്ടല്ലോ ചിലപ്പോ എന്താണ് എവിടെ എത്തൂല. അപ്പൊ ആദ്യം ചെറുതീന്ന് തുടങ്ങാം, നമ്മള് ചെറിയതിന്ന് തുടങ്ങാം. അപ്പൊ നമുക്ക് നമുക്കൊരു എൻകറേജ്മെന്റ് ഉണ്ടാകും, ഒരു താല്പര്യം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ റിലാക്സ് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആവാം, ഇന്ററാക്റ്റീവ് ആവാം. ഓക്കെ, നല്ല ഇന്ററാക്റ്റീവ് ആവാം. ഇന്ററാക്റ്റീവ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ സംസാരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഒരു ഇന്ററാക്റ്റീവ് സ്റ്റൈലിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാരണം സമയം നമുക്ക് വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അത്ര നമുക്ക് സമയം നമുക്ക് പെട്ടെന്ന് ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു 8:15 വൈൻഡപ്പ് ചെയ്യണം, മറ്റൊരു സെഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോ അതായത് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളിലേക്ക്, നിങ്ങളുടെ തലകളിലേക്ക് എന്തൊക്കെ ഞാൻ ഇട്ട് തരുന്നുണ്ട്. സോ യു ആർ തിങ്കിങ് ദയർ. അല്ലാതെ ഒറ്റ വൺ വേ, ഒരു മോണോലോഗായിട്ട് നമ്മൾ സംസാരിക്കരുത്. ഒറ്റ വൺ വേ ടോക്ക് അങ്ങനെയല്ല, മറിച്ച് അവിടെ എന്താണ് ഒരു ഇന്ററാക്റ്റീവ് സ്റ്റൈലിൽ നമുക്ക് അവിടെ സംസാരിക്കാനുള്ള ഒരു ഇത് വരിക എന്നുള്ളത്. പിന്നെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബോഡി ലാംഗ്വേജസ് എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ പ്രസന്റേഷന്റെ ഒരു 93% വരുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോ ആർട്ട് ഓഫ് സ്പീച്ച് നിങ്ങൾ എത്ര പ്രസംഗം കേട്ടിട്ടുണ്ടാവും? ഒരുപാടുണ്ട്. എല്ലാവരും പറയുന്നത് ഒന്ന് തന്നെയാണ്, ടൈം മാനേജ്മെന്റ് അല്ലെ. എല്ലാവരും എടുക്കുന്ന ഒരു കണ്ടന്റിനാണ്. പാരന്റിങ് എല്ലാവരും ഒന്ന് തന്നെ എടുക്കുന്നത്. എന്താണ് വ്യത്യസ്തമാക്കുന്നത്? ടോപ്പിക് കോണ്ടന്റിനേക്കാൾ നിങ്ങളുടെ അവതരണ മികവാണ്. നിങ്ങൾ എങ്ങനെ അത് പറയുന്നു എന്നുള്ളതാണ് അല്ലെ.
അപ്പൊ നല്ല മൊഡ്യൂൾ കിട്ടി. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തൊരു ഒരു കിടുക്കാച്ചി സാധനം കിട്ടി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. എന്താണ്, പോയി അവതരിപ്പിക്കുന്ന സമയത്ത് മനോഹരാവണം. അതിന് നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഏറ്റവും മനോഹരമാണ്. ചിരിച്ചുകൊണ്ട് പറയാ, അല്ലെ? ചിരിച്ച് സംസാരിക്കുക എന്നുള്ളത് ഒരു അപാരമായിട്ടുള്ള കഴിവാണ്. പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. വെറുതെ പറ്റൂല. ബോഡി ലാംഗ്വേജസിൽ നമ്മുടെ ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ് ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ഓരോന്നും നമ്മൾ അനാലിസിസ് ചെയ്യണം. എവിടെയാണ് എന്റെ പ്രശ്നം? ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് പറ്റണം. കൈകൾ പോക്കറ്റിലിടാനുള്ളതല്ല, കൈകൾ സംസാരിക്കണം, മുഖം സംസാരിക്കണം, മുഖത്തിൽ പല എക്സ്പ്രഷൻസ് വരണം, അല്ലെ? എക്സൈറ്റ്മെന്റ് വരണം, ഹാപ്പിനെസ് വരണം, അതേപോലെ സാഡ് വരേണ്ട സന്ദർഭം ഉണ്ടെങ്കിൽ അവിടെ സാഡ് വരണം. ഫിയർ വരേണ്ട സമയത്ത് ഫിയർ വരണം. അത് ഫിയറിനെ കുറിച്ച് ഒരു സംഭവം പറയുന്ന സമയത്ത് അങ്ങനെ തുടങ്ങി എത്രയോ ഫേഷ്യൽ എക്സ്പ്രഷനുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ മുഖത്ത് വരണം. ഇതൊന്നും വരാതെ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ അനങ്ങാതെ നിന്ന് ക്ലാസ് എടുത്ത് പോന്നിട്ട് ശരിയായില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. സോ ഇതെന്താണ്, ഇത് പിന്നെ പാരാലിംഗ്വിസ്റ്റിക്കിലേക്ക് വരുന്ന സമയത്ത് വോയിസിന്റെ മോഡുലേഷൻ ആണ്. വോയിസിന്റെ മോഡുലേഷൻ ഒരു പാട്ട് പാടുന്നത് പോലെ ഒരു ഇറക്കവും ഒരു താഴ്ചയും ഒരു 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 ഇറക്കവും അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു സംസാരത്തിനൊരു താളമുണ്ട്. ആ താളം നമ്മൾ കൊണ്ടുവരണം. ന്യൂസ് റീഡിങ് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ പ്രസംഗം. ന്യൂസ് റീഡിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ന്യൂസ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷനും ഉണ്ടാവില്ല ന്യൂസ് റീഡിങ്ങിൽ. ഒരാൾ മരിച്ചു എന്ന് പറയുന്നതും ഒരാൾക്ക് അവാർഡ് കിട്ടി എന്ന് പറയുന്നതും ഒരേ താളത്തിൽ തന്നെ ആയിരിക്കും. ഇന്നയാൾ മരിച്ചു, ഇന്നയാൾക്ക് അവാർഡ് കിട്ടി, ഇങ്ങനെയല്ല. അത് വോയിസ് വിടുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വായിക്കലല്ല സ്പീച്ച് എന്ന് പറയുന്നത്. വായിക്കാൻ ആർക്കാ പറ്റാത്തത്? നോക്കി വായിക്കലല്ല. ഇനി നിങ്ങൾ നോക്കി വായിക്കുകയാണെങ്കിൽ പോലും വാട്സപ്പിൽ വോയിസ് ഇടുമ്പോഴേ നിങ്ങളത് സംസാരിക്കുന്നത് പോലെയാക്കി ഇടൂ, അല്ലെ? അവിടെയാണ് നിങ്ങളുടെ വിജയം. അതല്ലെങ്കിൽ ഒരു പ്രസംഗം പോലെ നിങ്ങൾ ചെയ്യൂ, അവിടെയാണ് നിങ്ങളുടെ വിജയം. അപ്പൊ ഇതൊക്കെ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന. അപ്പൊ പ്രസന്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പ്രസന്റേഷനിലാണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് നമ്മൾ 5P നമ്മൾ പറഞ്ഞപ്പോൾ ലാസ്റ്റ് പ്രസന്റാ പറഞ്ഞത്. ഇനി പ്രസന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അവസാനിക്കുന്നില്ല. ഒരു പ്രസന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുന്നില്ല. പ്രസന്റേഷൻ കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, അല്ലെ? ഫീഡ്ബാക്ക് എടുക്കണം നമ്മൾ. ആ ഫീഡ്ബാക്കുകൾ നമ്മൾ നല്ലോണം ചോദിക്കുക ആളുകളോട്. എങ്ങനെ ഉണ്ടായിരുന്നു? സംഘാടകരോട് ചോദിക്കാം, അവിടെയുള്ള കുട്ടികളോട് ചോദിക്കാം. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യാം, നമ്മൾ ക്ലാസ് എടുത്ത് റെക്കോർഡ് ചെയ്യാം, അല്ലെ? എവിടെയാണ് എൻ്റെ പ്രശ്നം? ഇവാലുവേറ്റ് ആൻഡ് ഇംപ്രൂവ്. ഇംപ്രൂവ് ചെയ്യാം. അതിനെങ്ങനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവിടെയാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. ഇനി ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരുപാട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതേപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്ക് ആണ്, അല്ലെ? ഒരു പ്രാസംഗികന് കിട്ടുന്ന ഒരു നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർത്ത് എന്നുള്ളതാണ്, അല്ലെ? ലോകത്തിൽ നടന്ന ഏറ്റവും ദീർഘമായിട്ടുള്ള ഒരു റിസർച്ച്, അല്ലെ? ആ റിസർച്ച് എന്തായിരുന്നു? മനുഷ്യൻ ഏറ്റവും ഹെൽത്തി ആയിട്ടും ആരോഗ്യവാനായിട്ടും അതേപോലെ തന്നെ അവൻ ഏറ്റവും സന്തോഷത്തോടെയും ജീവിക്കുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ള ആളുകളാണ് എന്നുള്ളതാണ് റിസർച്ച്. ലോകത്ത് ഏറ്റവും നീളം കൂടി ഏറ്റവും സമയദൈർഘ്യമുള്ള ഒരു റിസർച്ചിന്റെ ഫലം എന്താണ്? ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെയും ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടെയും ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രസംഗത്തിലൂടെ കിട്ടുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ട്, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും ചുരുങ്ങിയൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു പാരന്റ്സ് മീറ്റിങ്ങിന് പോകുന്നു, അവിടെ ഒരു 200 പേര് ഇരിക്കുന്നുണ്ട് ഓഡിയൻസ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസീല നവാസ് ഇവിടെ ഉണ്ട്. ഫസീല നവാസ് ഒരു പാരന്റ് ആണ്. അപ്പോൾ ഫസീല നവാസ് അവിടെ പോയിട്ട് ആ 200 പേര് ഇരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു ഒപ്പീനിയൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഫസീല നവാസ് എഴുന്നേറ്റ് ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ 200 പേരിൽ 199 പേരും ഫസീല നവാസിനെ നോക്കും, അല്ലെങ്കിൽ മെഹബൂബ് സാർ ഉണ്ടെങ്കിൽ മെഹബൂബ് സാറിനെ നോക്കും. എല്ലാവരും നോക്കില്ല. നമ്മളപ്പോൾ ഒരു സ്പീച്ച് ഒന്നും ചെയ്തില്ല, പക്ഷെ എന്താണ്, ജസ്റ്റ് ആ സമയത്ത് നമ്മൾ നിന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അത് ഏറ്റവും മനോഹരമായി കഴിഞ്ഞാൽ അവിടെ അപ്പുറത്തിരിക്കുന്ന അവർ ചോദിക്കും, അവരേതാണ്, പേരന്റ് ആണ്, ഇവരെവിടെ ഉള്ളവരാണ്, നന്നായിരുന്നില്ല അവർ പറഞ്ഞത്, കറക്റ്റ് സാധനമാണ് പറഞ്ഞത്, ഞാൻ പറയേണ്ട സാധനമാണ്.
ആ ഒരു കറക്റ്റ് സാധനമാണ് അവിടെ പറഞ്ഞത്. കറക്റ്റ് ആയിരുന്നു, അത് പറയേണ്ടതായിരുന്നു അവിടെ, അല്ലെ? അപ്പോ എന്താണ്, നമ്മൾ നന്നായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോട് കൂട്ടുകൂടാൻ ആൾക്കാർ വരും, ഇങ്ങോട്ട് വരും, അല്ലെ? നിങ്ങളവിടെ സംസാരിച്ചൊരു നല്ലൊരു ഒപ്പീനിയൻ പറഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ദേ ഇന്ന് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു കേട്ടാ, എവിടെയെന്ന് പേരെന്താണ്, അത് കിട്ടുന്ന, അതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഉന്മേഷമുണ്ട്, ഒരു പ്രചോദനമുണ്ട്, ഒരു പ്രോത്സാഹനമുണ്ട്. ഇതാണ് ചിലപ്പോൾ നാളെ എഴുന്നേൽക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. അതുവരെ നാളെ ഇനിയിപ്പോ എങ്ങനെ എഴുന്നേൽക്കണ്ടെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളെന്താണ് അവിടെ ഒന്ന് എഴുന്നേൽക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു നെറ്റ്വർക്ക്, സോഷ്യൽ നെറ്റ്വർക്ക്, അതാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ പബ്ലിക് സ്പീക്കിങ്ങിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾക്ക് ഈ പബ്ലിക് സ്പീക്കിങ്ങിനെ മറ്റുള്ളവരിലേക്ക് കൂടി കൊടുക്കാം. നിങ്ങളൊരു പബ്ലിക് സ്പീക്കർ ആകുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ് കോച്ച് ആകാം. അവിടെയാണ് കുട്ടികളെ പഠിപ്പിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയമുള്ള ഒരു പ്രശ്നമാണ്, സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞത്, അല്ലെ? ലോകത്ത് ഒരുപാട് പേടികളുണ്ട്, അല്ലെ? അതിൽ പെട്ടൊരു പേടിയാണ് പ്രസംഗത്തെ, സ്റ്റേജിനോടുള്ള പേടി. അതാണ് ഗ്ലോസോഫോബിയ എന്ന് പറയുന്നത്. എട്ടുകാലിയെ പേടിയുള്ളവരുണ്ട്, പൂച്ചയെ പേടിയുള്ളവരുണ്ട്, ഉയരങ്ങളെ പേടിയുള്ളവരുണ്ട്, വണ്ടി ഓടിക്കാൻ പേടിയുള്ളവരുണ്ട്. അതിൽ പെട്ട ഒരു പേടിയാണ് എന്ത്, പ്രസംഗിക്കാൻ പേടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാര്, പേടിയുള്ളവർ പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ഒരു ടീമാണ്, അല്ലെ? കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയോ നോക്കില്ല, അപ്പൊ ഒരു സമാധാനം ഉണ്ടാവില്ലേ? അതേപോലെ സമാധാനിക്കുക, നിങ്ങളുടെ കൂടെ ടീമുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക, സമാധാനിച്ച് അവിടെ നിൽക്കരുത്. എന്താണ്, കറണ്ട് വീണ്ടും വരാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രസംഗിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്, നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താകാം, നിങ്ങളൊരു നല്ലൊരു പബ്ലിക് സ്പീക്കർ ആകുന്ന സമയത്ത് നിങ്ങൾക്കൊരു പബ്ലിക് സ്പീക്കിംഗ് കോച്ച് ആകാം. കുട്ടികളെ പഠിപ്പിക്കാം, ലേഡീസിനെ പഠിപ്പിക്കാം, പ്രൊഫഷണൽസിനെ പഠിപ്പിക്കാം, എല്ലാവരെയും പഠിപ്പിക്കാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ഇങ്ങനെ കുറേ സംഭവം ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്കൊരു സൂമോ നിങ്ങൾക്കൊരു ഗൂഗിൾ മീറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു കോഴ്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ് കോച്ച് ആകാം. അതൊരു എന്താണ്, ഒരു സാമൂഹിക പ്രതിബദ്ധതയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കൂടെയുള്ള ഒരാളെ മുട്ടിടിക്കാതെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നിങ്ങൾക്ക് പൈസക്കോ ഫ്രീ ആയിട്ടോ എങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ അറിഞ്ഞതിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെ? അപ്പൊ അതേപോലെ പബ്ലിക് സ്പീക്കിംഗ് കോച്ചായിട്ട് കൂടി നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ ഇത്തരം ഓപ്പർച്യൂണിറ്റീസിനൊക്കെ യൂസ് ചെയ്യുക. അപ്പോ ടോട്ടലി നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ചത് എന്തൊക്കെയായിരുന്നു, എങ്ങനെ മനോഹരമായിട്ട് സംസാരിക്കാം, അതിൽ 5P പറഞ്ഞു, +F പറഞ്ഞു, അല്ലെ? അതേപോലെ തന്നെ നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു, ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പിന്നെ അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ ടോട്ടലി നമ്മളിവിടെ പറഞ്ഞു വെച്ചു. അപ്പൊ നമ്മൾ 8:15 വരെയാണ് നമ്മളെ സമയം പറഞ്ഞത്. ഏകദേശം 8:15, 8:14 ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയൊരു എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ ബാക്കിയുള്ളവരൊന്ന് പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഫീഡ്ബാക്ക് പറയാം. നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറയാം, അവിടെയാണ് നിങ്ങളുടെ വിജയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് ഒരാൾ ഒരു സാധനം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനത്തിന്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരാൾ ഉപകാരം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ഫീഡ്ബാക്ക് പറയുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, എവിടെ ആയി കഴിഞ്ഞാലും നിങ്ങൾ ഒരാളോട് ഒരു സംഭവം ചോദിച്ചു വാട്സപ്പിൽ, അവിടേക്കുള്ള വഴി എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവര് വിശദമായിട്ട് ഒരു വഴി പറഞ്ഞു തരും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു സാധനം നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ വിശദമായിട്ട് പറഞ്ഞു തരുന്ന സമയത്ത് അതിനെ വിശദമായിട്ട് തന്നെ പ്രതികരിക്കണം. നിങ്ങൾ പിശുക്ക് കാണിക്കരുത്, അല്ലെ? ഒരു വീട്ടിൽ പോയിട്ട് നമുക്ക് നല്ലൊരു സൽക്കാരം കിട്ടി, ബിരിയാണിയൊക്കെ വെച്ച് നല്ല സൂപ്പർ, അവിടെ നിന്ന് സ്റ്റേ ചെയ്ത സമയത്ത് നല്ല വിശാലമായിട്ടുള്ള റൂമൊക്കെ ഒരുക്കി നല്ല സെറ്റാക്കി, നല്ല വരവേൽപ്പ്, നല്ലത്. തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ അവരോട് ഒരു സ്നേഹം, അവർക്കൊരു പ്രതികരണം കൊടുക്കുന്നതിൽ നിങ്ങൾ പിശുക്കരുത്. ഫുഡ് നന്നായി എന്നും നിങ്ങളുടെ സൽക്കാരം ഉഷാറായി എന്നും പറയുന്നതിൽ പിശുക്കരുത്, പറയാതെ പോകരുത്, അല്ലെ? പറഞ്ഞു കഴിഞ്ഞാലും വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു വോയിസ് വിടാം, സൂപ്പർ ആയിരുന്നിട്ടാ, എല്ലാവരോടും പറയട്ടാ, വൈഫിനോട് പറയേ എന്ത് നല്ല കിടുക്കാച്ചായിരുന്നു, മക്കളോട് പറയും അടിപൊളി, എത്ര രസമായിരിക്കും. ഇതേപോലെ നമുക്കൊരു സംഭവം പറഞ്ഞു തരുന്ന ഒരാളോട് മനസ്സിൽ വെക്കല്ല, അവർക്ക് പറഞ്ഞു കൊടുക്കണം.
അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ഈവൻ വാട്സപ്പിലായി കഴിഞ്ഞാലും ഒരു ലൈക്ക് ഇടുന്നതിന് പകരം അവര് ചിലപ്പോൾ ഒരു 5 മിനിറ്റിന്റെ 10 മിനിറ്റിന്റെ വോയിസ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി തന്നതിനെ നിങ്ങൾ ഒരു ലൈക്കിൽ ഒതുക്കരുത്, തിരിച്ചൊരു വോയിസ് വിട്ടുകൊടുക്കുക. ഓ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഇത്രയും തിരക്കിനിടയിലും എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ എനി ക്വസ്റ്റ്യൻസ്, ഫീഡ്ബാക്ക് പ്ലീസ്? സർ ഗുഡ് ഈവനിങ്. റസിയനെ റസിയ മാം. ഞാന് പിന്നെ ആദ്യം എനിക്ക് പേടിയൊന്നുമില്ല, എവിടെ അറ്റൻഡ് ചെയ്യാനും ഇതിനൊന്നും പേടി വരുന്ന ഒരാളൊന്നുമല്ല. എന്നാലും ഏത് ക്ലാസ് ആണെങ്കിലും എന്തായാലും മുമ്പിൽ വന്നിരിക്കുന്ന ആളാണ്. പക്ഷെ എന്നാലും ആദ്യമൊക്കെ സംസാരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞ പോലെ ഒരു വിറയല് എന്നല്ല, ഒരു ശരിക്കും കണ്ട് വാക്കുകൾ കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ വൈസൽ സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. സാറിന്റെ ഓരോ ക്ലാസ്സുകളും കേൾക്കലും പിന്നെ സാറിന്റെ വോയിസുകൾ, ഞാനൊരു 15ഓളം വോയിസ് സാറിന്റെ ഇപ്പോഴും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ക്ലാസ് എവിടെ കിട്ടുകയാണെങ്കിലും, മോട്ടിവേഷൻ ക്ലാസ് ആയാലും ആർക്കായാലും, കുട്ടികൾക്കാണെങ്കിലും പാരന്റ്സിനായാലും ഒക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ കിട്ടാറുണ്ട്. അപ്പൊ അതിലൊക്കെ പോകുന്നതിന് മുന്നായിട്ട് ആ വോയിസുകൾ മൊത്തം ഞാൻ കേട്ടിട്ടാണ് ഞാൻ അതിന് പോവാറുള്ളത്. കാരണം നമുക്ക് അത് കേട്ട് കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ പോയി എടുക്കാൻ ഒരു കോൺഫിഡന്റ് കിട്ടും, ഒരു ധൈര്യം കിട്ടും. അപ്പൊ ആ 15ഓളം വോയിസ് ഞാന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് സാറിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അതിന്റെയൊക്കെ ക്രെഡിറ്റ് സാറിനാണ്. അപ്പൊ സാറിന്റെ ഏത് ക്ലാസ്സും കേട്ട് കഴിഞ്ഞാല് നല്ലൊരു ഉന്മേഷം നമുക്ക് കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് റസിയ മാം. റസിയ മാം ടീച്ചറാണ്, മലബാർ ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, സ്റ്റുഡൻസ് കൗൺസിലറാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ 6ാമത്തെ ബാച്ചിലുണ്ടായിരുന്ന മാമാണ്. അപ്പൊ ഭയങ്കര സന്തോഷം മാം പറഞ്ഞതിലും പ്രതികരിച്ചതിലും. മാമിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി മോട്ടിവേഷണൽ സ്പീക്കർ ആണ്, അപ്പൊ പിന്നെ മനോഹരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, താങ്ക് യു റസിയ മാം. ബാക്കിയുള്ളവര് 1-2 പേർക്ക് കൂടി അവസരം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Okay, sir. Good evening, all of you. ഗുഡ് ഈവനിങ്. Sir, it's me, Fasila from Tirur. Sir, ഞാനൊരു ബിസിനസ് വുമൺ ആണ്. എനിക്ക് സാറിന്റെ ക്ലാസ് മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൽ നിന്നും ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ നിന്നും ഞാൻ പഠിച്ചത്, എനിക്ക് മനസ്സിലായത്, ഒരു സ്റ്റാൻഡപ്പ് സ്പീക്കർ ആവാനുള്ള ഒരു സ്റ്റെബിലിറ്റി കൂടി സാറിന്റെ ഇന്നത്തെ ഒരു പ്രസന്റേഷനിൽ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. കാരണം ഞാനൊരു ഡയറക്ട് സെല്ലിംഗ് കൂടി ചെയ്യുന്ന ഒരു ലേഡിയാണ്. അതോടൊപ്പം തന്നെ സാറിന്റെ ഓരോ ക്ലാസ്സുകളും എനിക്ക് എന്റെ ഇൻഡസ്ട്രിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കുറെ ഒന്നും ഞാൻ ഫോളോ അപ്പ് ചെയ്യാറില്ല, പക്ഷെ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ റെക്കോർഡ്സ് ഒക്കെ ഞാൻ മാക്സിമം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. സാർ ഒരുപാട് സ്പെഷ്യൽ താങ്ക്സ് തന്നെ അറിയിക്കുകയാണ്. കാരണം ഒരു പബ്ലിക് സ്പീക്കർ ആവണം എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡപ്പ് സ്പീക്കർ ആവണം എന്നുള്ളതും, അതേപോലെ തന്നെ സ്റ്റേജ് ഫിയർ ഇല്ലാണ്ട് സംസാരിക്കാനും നല്ലൊരു ട്രെയിനർ ആവണം എന്നുള്ളതൊക്കെ എൻ്റെ ഒരു വലിയൊരു ഡ്രീം തന്നെയാണ്. തീർച്ചയായിട്ടും ഇൻഷാല്ല ആ ഒരു സെഗ്മെന്റിലോട്ട് ഞാൻ കടക്കും. അതിന് സാറിന്റെ ഈ ഒരു ഓരോ പ്രസന്റേഷനും വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇന്നത്തെ പ്രസന്റേഷനിൽ എനിക്ക് കിട്ടിയ ഒരു ഫീലും അത് തന്നെയാണ്. ചാടി എഴുന്നേറ്റ് സംസാരിക്കാനുള്ള ഒരു അറ്റംപ്റ്റിനുള്ള ഒരു കുറച്ച് പ്രിപ്പറേഷൻസ് തന്നെയാണ് സാർ ഇന്ന് തന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇപ്പോ പിന്നെ ഫസില മാം താങ്ക് യു കേട്ടോ. അതായത് നമ്മളെല്ലാം തികഞ്ഞതായിരിക്കും, പക്ഷെ നമുക്ക് ചിലപ്പോ ഒരു തിരി, എവിടെന്നെങ്കിലും ഒരു തിരി ഇങ്ങനെ കത്താനേ അത്ര ഉണ്ടാവുള്ളൂ, ചിലപ്പോ അത്ര ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിൽ വന്ന ഒരു മാം ഉണ്ടായിരുന്നു. അപ്പൊ മാം നല്ല ഹൈലി ക്വാളിഫൈഡ് ആണ്, എല്ലാം ഉണ്ട്, പക്ഷെ ഏറ്റെടുക്കാനുള്ള ഒരു സന്നദ്ധത ഇല്ല. കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ക്ലാസ്സിൽ വന്നു, 1ാമത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു, ജസ്റ്റ് അക്സെപ്റ്റ് ദ ഓപ്പർച്യൂണിറ്റി. ആ ഒരു ഒറ്റ ഓപ്പർച്യൂണിറ്റി അവർ ഏറ്റെടുത്തു. PSNLന്റെ ചിലപ്പോൾ ഇതിലുണ്ടോന്ന് അറിയില്ല. അപ്പോ അങ്ങനെ ചിലപ്പോൾ നമുക്ക് എല്ലാം ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും എനിക്ക് അതുണ്ടല്ലോ ഇതുണ്ടല്ലോ, ബട്ട് ഒരു എൻറ്റയർ കോഴ്സിൽ ഒരു വെബിനാറിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നേ ആവശ്യം ഉണ്ടാവുള്ളൂ നമുക്ക്. ബാക്കിയെല്ലാം ഒരു 10 പോയിന്റ് ഉണ്ടെങ്കിൽ, 10 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ, ഇതിൽ 9ഉം ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാതായിരിക്കും. ബട്ട് ഒരു മൊഡ്യൂൾ ഒറ്റെണ്ണം മതി, അതിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് പിന്നെ നമുക്ക് സെറ്റ് ആവും. അതേപോലെയാണ്. താങ്ക് യു ഫസില മാം. ഇനി ഒരാള്
വളരെ ചുരുക്കി പറയാം. എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ട്. ഞാൻ സബീറാണ് സാറേ. ഹലോ, ഞാൻ സബീറാണ് മാറ്റൂടാ. സാറിന്റെ ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടി. ഞാൻ അതിനെ ക്യാച്ച് ചെയ്തു. പിന്നെ സാറിനോട് ഇന്നത്തെ സംസാര ശൈലിയിൽ ഒരു എറണാകുളം ടച്ച് വന്നിട്ടല്ലോ സാറേ. സാർ എറണാകുളത്തായിരുന്നു 2 ദിവസം. എറണാകുളം ശൈലി കയറി വന്നിട്ടുണ്ടോ? ഞാനത് ശ്രദ്ധിച്ചു. ആണോ? ഞാൻ തൃശ്ശൂരുകാരനാണ്. ഇടയ്ക്ക് അയൽവക്ക ജില്ലകളാണല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ പഠിച്ചത് എറണാകുളമാണ്. അതാണ് എറണാകുളം ടച്ച് കയറി വന്നു. ഞാൻ ചുമ്മാ തമാശക്കായിട്ട് പറഞ്ഞ സാറേ. നമ്മളൊക്കെ ആദ്യം ഒരു പ്രസംഗം പഠിതാവിനോ അല്ലെങ്കിൽ പ്രസംഗം പരിശീലിക്കുന്നവർക്കോ അല്ലെങ്കിൽ ട്രെയിനേഴ്സിനോ ഒക്കെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് സാർ പറഞ്ഞ കാര്യങ്ങൾ. സാറിന്റെ ട്രെയിനേഴ്സില് ക്ലാസ്സിൽ ചേരുന്ന എല്ലാവരെയും പ്രസംഗത്തിന്റെ കാര്യങ്ങളൊന്ന് പഠിപ്പിക്കണം. ഞാൻ പല ക്ലാസ്സിൽ പലരുടെയും കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ആ ശൈലിയിലേക്ക് വരുന്നില്ല. അവർക്ക് പറഞ്ഞു കൊടുത്ത് നമ്മളെ മനസ്സിലാക്കി തരാൻ ഒരു കഴിവില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലർക്ക് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇഷ്ടപ്പെടാതെ അങ്ങനെയൊക്കെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ സാർ ഏത് ട്രെയിനേഴ്സ്, സാറിന്റെ കീഴിൽ ആര് ട്രെയിനറായിട്ട് വരുന്നുവോ, ഈ മെത്തേഡുകളൊന്നും അവരെ ഒന്ന് പറഞ്ഞ് അറിയാതെ പോയെങ്കിൽ പോലും പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കാനൊന്ന് സാർ ശ്രദ്ധിക്കണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു സബീർ സാർ. നമ്മുടെ പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. താങ്ക് യു സബീർ സാർ. ഓക്കെ, എനിവൺ എൽസ്? ആരെങ്കിലും ഇങ്ങനെ ചോദിക്കാൻ, പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ വളരെ ചുരുക്കി പറയണേ. ശ്യാമാണ്. ഞാൻ പറയട്ടെ? പറയൂ ശ്യാം സാർ. ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ ട്രെയിൻ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞാണ്. അപ്പൊ എനിക്കിതില് ഈ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് എനിക്ക് മാറ്റം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പലരുമായിട്ട് നേരത്തെ ഇതിനു മുമ്പ് ക്ലാസ്സുകൾ ഈ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അത് ആളുകളോട് എങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ടും ഒക്കെ അത് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് എങ്ങനെയാണ് ഈ ഫൈസൽ സാർ അത് മാറ്റി ഉണ്ടാക്കിയെന്നുള്ള എനിക്ക് തന്നെ അറിയുന്നില്ല. നാച്ചുറലായിട്ട് അങ്ങോട്ട് വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ അത് സ്വാഭാവികമായിട്ട് അത് അങ്ങനെ എന്നിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റി. പല ക്ലാസ്സുകളിലൂടെയും പല പ്രാക്ടിക്കൽ ട്രെയിനിങ്സിലൂടെയും എന്നൊക്കെയുള്ളതാണ് എനിക്ക് ഒരു ഇത് പറയാനുള്ളത്. അത് എനിക്കൊരു ഫീഡ്ബാക്ക് പറയാനുള്ളത്. അതിൽ അത്രയും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഒരു സംശയം, ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ സെഷനോടുകൂടിയാണല്ലോ, അപ്പൊ ഞാൻ അതിലൊരു സംശയം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോ എല്ലാ ടൈപ്പ് ഈ പബ്ലിക് സ്പീക്കിംഗ് ഫിയർ ഉള്ളവർക്കും ഫിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂനതകളോ അതെല്ലാം തന്നെ മാറ്റിയെടുക്കാവുന്നതാണോ? എല്ലാം തന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാവുന്നതാണോ? അതോ ചിലർക്ക് ഇത് പറ്റില്ല, ചിലർക്ക് പറ്റും, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് താങ്ക് യു ശ്യാം സാർ. എന്തായാലും ഫീഡ്ബാക്ക് പറഞ്ഞതിൽ സന്തോഷം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. എല്ലാവർക്കും ഫിയർ ഒരേപോലെയല്ല. എല്ലാ ഫിയറും ഒരേപോലെയല്ല. കുറച്ചും കൂടിയും ട്രോമകളുള്ള ആളുകൾ ഉണ്ടാവും. അതായത് സംസാരിച്ചിട്ട് ഒരു വേദിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് സോഷ്യൽ ആങ്സൈറ്റി എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഏറ്റവും കൂടുതലായിട്ട് ഒരു ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയോ അതല്ലെങ്കിൽ ഒരു ഡിസോർഡറിലേക്ക് പോവുകയോ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ സാധാരണ ഈ പ്രാക്ടീസിലൂടെ മാത്രമാവില്ല, അവർക്ക് തെറാപ്പി ചെയ്യേണ്ടി വരും, സൈക്കോ തെറാപ്പി ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നാൽ തന്നെയും ഇതൊക്കെ നമ്മളുടെ മൈൻഡിന്റെ ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് പ്രാക്ടീസിലൂടെയും മാറാം. ബട്ട് അത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന, അതൊരു ഡിസോർഡർ ആയിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച്, സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ സൈക്കോ തെറാപ്പി എടുക്കണം. സൈക്കോ തെറാപ്പി എടുത്താലാണ് ചിലപ്പോൾ CBTയോ അതല്ലെങ്കിൽ റിലാക്സേഷൻ തെറാപ്പിയോ അതല്ലെങ്കിൽ മറ്റു RIBTയോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിസ്റ്റിനെയോ അവരോട് ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ ആങ്സൈറ്റിയുടെ മൂർധന്യാവസ്ഥ, അതായത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ചെറിയ വിറയലോ പേടിയോ അല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഒരു ആങ്സൈറ്റി മൂലം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നവർ സൈക്കോ തെറാപ്പിസ്റ്റിനെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, താങ്ക് യു ശ്യാം സാർ. ആൻഡ് ലാസ്റ്റ് ആമിന മാം ജസ്റ്റ് മൈക്ക് എടുത്തതാണ്. ആമിന മാം കൂടി പറഞ്ഞ് നമ്മളെ വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. ഇല്ല മാഷേ, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞോളാം. അത് കുഴപ്പമില്ല, സമയമില്ലല്ലോ. ഓക്കെ, സോ നമ്മള് എന്തായാലും ഭയങ്കര സന്തോഷം നിങ്ങൾ എല്ലാവരും പങ്കെടുത്തതിലും അതേപോലെ തന്നെ സംസാരിച്ചതിലൊക്കെയുള്ള സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം 8:30 നമുക്ക് മറ്റൊരു സെഷൻ ഉള്ളത് കൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ പങ്കെടുത്തതിലും അതേപോലെ തന്നെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞതിലൊക്കെയുള്ള സന്തോഷം അറിയിക്കുന്നു. ഇനിയും സെഷനുകൾ ഉണ്ടാവും. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കീപ് ഇൻ ടച്ച്. സോ ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ് എവരിവൺ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു.